inauguration is locked. ഇതെന്തു ചേട്ടാ? ഇതെന്താ ചേട്ടാ ഇങ്ങനെ? എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ച് പൊതുസമൂഹത്തിന് അവബോധം സൃഷ്ടിക്കാനും കീടനാശിനികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുമായി കിംസ് ഹെൽത്തിന്റെ സഹായത്തോടു കൂടി തണൽ സംഘടിപ്പിക്കുന്ന പ്രദർശന മേളയാണ് ജൈവിക. പാൻ ഏഷ്യ പസഫിക് നോളജ് പാർട്ണറും ഓർഗാനിക് ബസാർ പ്രോഗ്രാം പാർട്ണറുമാകുന്ന മേളയ്ക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. സുരക്ഷിത ഭക്ഷണത്തിന്റെ പ്രാധാന്യം നിങ്ങൾ ലേബലിലേക്കും എത്തിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം. ആദ്യമായി മൗന പ്രാർത്ഥന. ആദ്യമായി യോഗത്തിന് സ്വാഗതം അർപ്പിക്കുന്നതിനായി തണലിന്റെ സിഇഒ ശ്രീമതി മഞ്ജു എം നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങ് ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. കീടനാശിനികളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുകയും സുരക്ഷിതമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ എന്ന ലക്ഷ്യത്തോടെ തണൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രദർശന മേളയാണ് ജൈവിക. ഈ ആശയം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കാനായി മുന്നോട്ട് വന്നത് കിംസ് ഹെൽത്ത് ആണ്. ഇതിൽ ഓർഗാനിക് ബസാറും പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്ക് ഏഷ്യ പസഫിക്കും പങ്കാളികളാണ്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ലേബർ കമ്മീഷണർ ഡോക്ടർ കെ വാസുദി അവരുടെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാഡത്തിനെ പറ്റി എനിക്കൊന്നും അധികം പറയേണ്ടതില്ല. മാഡം എല്ലാവർക്കും സുപരിചിതയാണ്. മാഡത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം 10 വർഷമായിട്ട് മാഡം നമ്മുടെ കൺസ്യൂമർ ആണ്. അതിൽ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട്. മാഡത്തിനെ ഒന്നുകൂടി സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കിംസ് ഹെൽത്തിന്റെ നേതൃസ്ഥാനം വഹിക്കുന്നതും ക്ലിനിക്കൽ സർവീസ് ഡയറക്ടറും നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയുമായ ഡോക്ടർ രാജൻ അവരുടെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി തണലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് പ്രചോദനം നൽകി മുന്നേറാൻ സഹായിക്കുന്ന നമ്മുടെ തണലിന്റെ ഫൗണ്ടർ മെമ്പറും ട്രസ്റ്റിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതിലുപരി ഇന്നത്തെ അധ്യക്ഷനുമായ ശ്രീ ജയകുമാർ അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി തണലിന്റെ ഫൗണ്ടർ മെമ്പറും എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റും അതിലുപരി എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് പിന്തുണ നൽകുന്ന ശ്രീമതി ഉഷ അവരുടെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്ന സംവിധായകനും പ്രകൃതി സ്നേഹിയും ഓർഗാനിക് ബസാറിന്റെ കസ്റ്റമറും തണലിന്റെ സപ്പോർട്ടറുമായ നമ്മുടെ ശ്രീ അരുൺ കിഷോർ അവരുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ ഇന്നിവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തണലിന്റെ സ്റ്റാഫ്, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് തണലിന്റെയും ഓർഗാനിക് ബസാറിന്റെയും സ്റ്റാഫ്, അതുപോലെ വളണ്ടിയേഴ്സ്, ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ വളണ്ടിയേഴ്സും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു മാം. അടുത്തതായി ഈ പരിപാടിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തുടക്കം മുതൽ പകർന്നു തന്ന തണൽ സംഘടനയുടെ ട്രസ്റ്റിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ ജയകുമാർ സാറിനെ ഏറ്റവും ബഹുമാനപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ സന്തോഷത്തോടെയാണ് ഈ വൈകുന്നേരം ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു മുന്നേ തണലിൻ്റെ പല പരിപാടികൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ വിഷമമുണ്ടാവുന്നുണ്ട്. ചെറിയൊരു ഓഡിയൻസ് ആണല്ലോ. ഞങ്ങൾ ഇപ്പം പഠിച്ചത് ഈ വെർച്വൽ വേൾഡിൽ ഓഡിയൻസ് വെരി വെർച്വൽ. അപ്പം ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തിയപ്പോൾ മഞ്ജു എൻ്റെ അടുത്ത് പറഞ്ഞു,
63 മില്യൺ ആൾക്കാർ കണ്ടു. അപ്പൊ എനിക്ക് ദാറ്റ് വാസ് എ റീച്ച്. അപ്പൊ ഈ 63 മില്യൺ റീച്ച് എന്നുള്ള 63 മില്യൺ ഇംപ്രഷൻസ് ഓഫ് വീഡിയോ വിഷ്വൽസ്. ആൻഡ് അപ്പൊ ഞാനാണെങ്കിൽ even after last 1 year, whenever this comes to whomsoever I talk, I always say 6.3 million. Then she has to correct me that 63 million. So ഒന്നുള്ളത് നമ്മളെ ഓഡിയൻസ് ഇവിടെ വളരെ ചെറുതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതില് നമ്മുടെ വളരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്യാമറ കണ്ടുകൊണ്ട് അത് ഒരു വലിയൊരു സർക്കിളിലേക്ക് വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടിയെക്കുറിച്ച് ശ്രീമതി മഞ്ജു പറഞ്ഞത് കീടനാശിനിയുടെ അപകടങ്ങളെക്കുറിച്ചും സുരക്ഷിത ഭക്ഷണത്തിനെ കുറിച്ചും പറയാനുള്ളതാണ്. തണലിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയുള്ളത്, ഒരുപാട് പേര് സുരക്ഷിത ഭക്ഷണത്തിലേക്കും ജൈവ കൃഷിയിലേക്കും വന്നിട്ടുള്ളത് ജൈവ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടോ സുരക്ഷിത ഭക്ഷണത്തിലുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല സാങ്കേതിക അല്ലെങ്കിൽ നല്ല ആരോഗ്യം വേണമെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. തണല് കീടനാശിനി എന്നുള്ള ഒറ്റ സാധനത്തിലൂടെയാണ് ഇതിലേക്ക് വന്നത്. നമ്മള് 1998 ശ്രീമതി ഉഷയുടെ നേതൃത്വത്തിൽ അന്ന് തണലിലൊരു ടീം കാസർഗോഡ് പോവുകയും അവിടെ പഠിക്കാൻ ശ്രമിക്കും. അവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് കൃഷി വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ലീലകുമാരി അമ്മ അവരുടെ ശമ്പളത്തിൽ നിന്നുള്ള 500 രൂപയൊക്കെ എടുത്ത് അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് അവിടെയുള്ള ഗ്രാമത്തിൽ പഠിച്ചിട്ട് എന്താണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു തണലിനോട് 98 ലീലാകുമാരി അമ്മ ആവശ്യപ്പെട്ടത്. എല്ലാ ശാസ്ത്രീയ പഠനങ്ങളെ പോലെ തന്നെ നമ്മളും 4 വർഷത്തോളം എടുത്ത് അത് കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലുള്ള ജനനമരണ രജിസ്റ്ററുകൾ, കാരണം പലപ്പോഴും ഈ ബെഞ്ച് മാർക്ക് ഡാറ്റ എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഒരു ടെക്നിക്കൽ സാധനത്തിൽ നമുക്കൊരു ബെഞ്ച് മാർക്ക് ഡാറ്റ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ജനനമരണ രജിസ്ട്രേഷൻ തുടങ്ങിയ അന്ന് തൊട്ട് 96 വരെയുള്ള മുഴുവൻ ഡാറ്റ എടുത്ത്, അന്ന് നിർഭാഗ്യവശാൽ അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ സഹപ്രവർത്തകർ തണലില് ഈ കുറേ ഗ്രാഫ് പേപ്പറുകൾ ഒട്ടിച്ചെടുത്തുണ്ടാക്കിയ വലിയ ഗ്രാഫാണ്. ഈ ഇത്രയും 24 പഞ്ചായത്തുകളിലെ ഡാറ്റ പ്ലോട്ട് ചെയ്യണം. അപ്പൊ കമിഴ്ന്ന് കിടന്ന് പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ എടുത്ത് അവസാനം കിട്ടിയപ്പോഴാണ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ചില പഞ്ചായത്തുകളിൽ കാണുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എംപിരിക്കൽ ഡാറ്റയിൽ നിന്ന് ഒരു ഡാറ്റയിലേക്ക് മാറുകയാണ്. അപ്പൊ ആ ഡാറ്റയിൽ നിന്ന് ആ പഞ്ചായത്തുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ പഞ്ചായത്തുകൾ ശ്രീമതി ലീലാകുമാരി അമ്മ പറഞ്ഞതുപോലെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഇമ്മീഡിയറ്റ് പെരിഫറിയിലോ അവിടെ നിന്നുള്ള വാട്ടർ സോഴ്സസിന്റെ താഴെയുള്ളതെന്നാണ്. അതേ സമയത്ത് തന്നെ ഡോക്ടർ മോഹൻകുമാർ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക ഡോക്ടർ, അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്ന ഗ്രാമത്തിൽ, പുത്തൂരിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചപ്പോൾ ഗ്രാമത്തിൽ വേറെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് കുറച്ച് ദൂരെയാണ്. അദ്ദേഹം സ്വർഗ എന്ന് പറയുന്ന ഒരു തമിഴ്നാട് കേരള കർണാടക ബോർഡറിലുള്ള ഒരു പഞ്ചായത്തിലേക്ക് ഒരു ഗ്രാമത്തിൽ ഡോക്ടറായിട്ട്, ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ സങ്കല്പത്തിലുണ്ടായിരുന്ന ഡോക്ടറിന് വളരെ വ്യത്യസ്തനായിട്ട് ഒരുപാട് പേര് വരുന്നു. ഡോക്ടർ തന്നെയാണ് ക്ലിനിക്ക് നടത്തുന്നത്. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ മാത്ര 1, മാത്ര 2 എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ ഒരു നേഴ്സ് എടുത്തു കൊടുക്കുന്ന രീതിയിലേക്കുള്ള വളരെ ഇതായിട്ടില്ല. പക്ഷെ വളരെ ശാസ്ത്രീയമായിട്ട് ഡോക്ടർ ഒരുപാടുണ്ട്. ഓരോ പേഷ്യന്റിനെ കുറിച്ച് ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു ലൈബ്രറി ഇൻഡെക്സ് കാർഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ 360ഓളം പേഷ്യൻസിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് 150 പേഷ്യൻസിന്റെ അസുഖങ്ങൾക്ക് ഒരു കോമണാലിറ്റി കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴാണ് എൻഡോസൾഫാനെ കുറിച്ച് നമ്മൾ ആഗോളതലത്തിൽ 2000 ബോണിലുള്ള സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ആലോചനാ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ സാധാരണ കേരളത്തിൽ അത്ര പരിചിതമല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകനാണ്, ജന്തുശാസ്ത്രമാണ്, ജീവശാസ്ത്രമാണ്, സാമൂഹ്യ ശാസ്ത്രത്തിലും PG ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ആളിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ന്യൂറോ സർജനാണ്. ഫിസിഷ്യൻസ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പിന്നീട് എന്നോട് സംസാരിച്ച സൂസൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ നഴ്സസ് അസോസിയേഷന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിരുന്നു എന്നോട് പറഞ്ഞത്, ഡോക്ടറിന്റെ പുസ്തകങ്ങൾ ഒരുപാട്, ഹീസ് ഗെറ്റിംഗ് $4 million for 2 weeks ആസ് എ കൺസൾട്ടൻസി. അത്ര പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ ഇവിടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നു എന്നുള്ളത് ഈ വിഷയത്തിന്റെ ഗൗരവത്തെ കുറിച്ചാണ് കാണിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ ഇടപെടലുകളിലൂടെ കീടനാശിനിയുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തണലിനും വളരെ സന്തോഷമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഇത് വളരെ നന്നായിട്ട് ഏറ്റെടുക്കുകയും എനിക്ക് തോന്നുന്നു 2000 നമ്മൾ എൻഡോസൾഫാൻ
പ്രശ്നങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് ഇ.കെ. നായനാരായിരുന്നു കേരള മുഖ്യമന്ത്രി, കൃഷ്ണൻ കണിയാമ്പറമ്പിലായിരുന്നു കൃഷി വകുപ്പ് മന്ത്രി. അപ്പോൾ അന്ന് ഈ ഇതൊക്കെ അനാവശ്യമാണെന്നും രാജ്യ താല്പര്യത്തിനെതിരാണെന്നും വലിയ എക്സ്പോർട്ട് മാർക്കറ്റിനെ കൊല്ലാനാണെന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ആന്റണി സർക്കാർ വരുന്നു. ശ്രീ ആന്റണി ആയിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് കേരളത്തിൽ എൻഡോസൾഫാൻ 90 ദിവസത്തേക്ക്, അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നത്, അദ്ദേഹം നിരോധിക്കുന്നു. കേരള നിയമസഭ വളരെ പ്രക്ഷുബ്ധമാകുന്നു. 2006 അച്യുതാനന്ദൻ ഗവൺമെന്റ് വന്നപ്പോഴേക്കും മുഖ്യമന്ത്രി നിയമസഭയിൽ നിങ്ങൾക്കറിയാലോ ഒരു ഔദ്യോഗിക ഉത്തരവ് എഴുതി തരുന്ന സാധനം വായിക്കുക എന്നുള്ളതാണ് മുല്ലക്കര രത്നാകരൻ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആഴ്ചയിലുള്ള ചോദ്യങ്ങളിലൊന്ന് കാസർഗോഡ് എത്ര പേര് എൻഡോസൾഫാൻ കൊണ്ട് മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് എഴുതി കൊടുത്തത് മരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കാസർഗോഡ് വലിയ പ്രക്ഷോഭം ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനും കൃഷി വകുപ്പ് മന്ത്രിയും കൂടെ കാസർഗോഡ് പോയി കലക്ടറേറ്റിന്റെ മുന്നിൽ കലക്ടറുടെയും മറ്റു എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ കൃഷി വകുപ്പ് മന്ത്രി കാസർഗോഡിനോട് മാപ്പ് പറഞ്ഞു. അതൊരു വലിയ ഒരു കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത ഒരു മാറ്റമാണ്. അത് കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞു, ആ കൃഷി മന്ത്രിക്ക് എഴുതി കൊടുത്ത സെക്ഷൻ ഓഫീസർ തൊട്ട് താഴെയുള്ള എല്ലാവരെയും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഇങ്ങനെ നിരുത്തരവാദമായിട്ട് പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ തണലിന്റെ ഏറ്റവും നല്ല ഓർമ്മകളിലൊന്നാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ ഈ ചർച്ചകൾ നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഡോക്ടർ വാസുകി ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങളുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ 2000 കോവളത്തില് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ടൂറിസം ഡയറക്ടറായിരുന്ന ഡോക്ടർ വേണു 2000 ജൂലൈയില് അവിടെ ഇൻസിനറേറ്റർ എന്ന് പറയുന്ന കത്തിക്കുന്ന ഒരു യന്ത്രം കൊണ്ടുവന്ന് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതി വേണ്ടെന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. അന്ന് അവിടെയുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ജനങ്ങൾ മാർച്ചൊക്കെ നടത്തിയപ്പോൾ അവർ കൊടുത്ത പല മെറ്റീരിയൽസിന്റെ താഴെ തണൽ തയ്യാറാക്കിയെന്നുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ ശരിയാണ്, ഞാൻ വേണ്ടെന്ന് വെച്ചു, പക്ഷെ ഇനി എന്ത്? അന്ന് ഞങ്ങൾ പറഞ്ഞു ഇനി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിൽ ഞങ്ങൾ 2000 എനിക്കൊന്ന് ജൂലൈ ആയപ്പോഴേക്ക് കോവളത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. 2001 ആയപ്പോഴേക്ക് അപ്പോഴത്തേക്ക് നയനാർ ഗവൺമെന്റുമാരെ ആന്റണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. പക്ഷെ 2001 കോവളത്ത് മാലിന്യമുക്ത കോവളം എന്നുള്ളൊരു ക്യാമ്പയിൻ തുടങ്ങാൻ തീരുമാനിച്ചു. അന്ന് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന റുഫസ് ഡാനിയല് കോവളം എന്ന് പറയുന്നത് വിഴിഞ്ഞം, പഴയ കോവളം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഒരു ചെറിയ കീറു പോലെ നിൽക്കുന്നു. പക്ഷെ കോവളത്തിന്റെ 3/4 ഭാഗവും ഈ ടൂറിസം മേഖലയുള്ളത് വെങ്ങാനൂർ പഞ്ചായത്തിലാണ്. അപ്പൊ വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കുടുംബശ്രീയുടെ താല്പര്യത്തിൽ 25 സ്ഥലങ്ങളിൽ 25 ഗ്രൂപ്പുകളുടെ കൂടെ ഓർഗാനിക് ഫാമിങ് തീരുമാനിച്ചിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ കേരളത്തിൽ ഓർഗാനിക് ഫാമിംഗ് ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള നല്ല പരിശീലകരില്ല. അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വാസു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സുഹൃത്ത് വഴി ഇന്ത്യൻ ടുബാക്കോ കമ്പനിക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർ, അത്തരത്തിൽ ഏറ്റവും മികച്ച ട്രെയിനേഴ്സിനെ കിട്ടി. അവർ വന്നിട്ടാണ് 2000 ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ഒരു കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം തുടങ്ങി. 2001 ആയപ്പോഴേക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകനും ഇന്ന് തണലിന് വിട്ട് ഗ്ലോബൽ അലയൻസ് ഫോർ ഇൻസിനറേഷൻ ഓൾട്ടർനേറ്റീവിന്റെ ഏഷ്യൻ ടീം ലീഡുമായിട്ടുള്ള ഷിബു ഉണ്ടായിരുന്നു. അപ്പൊ ഷിബുവിനെ ഞങ്ങൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി കാലിഫോർണിയയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു വേസ്റ്റിനെ കുറിച്ച്. അപ്പോൾ ഷിബു തിരിച്ചു വന്നിട്ട് പറഞ്ഞു കാലിഫോർണിയയിൽ ഈ കമ്മ്യൂണിറ്റി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ട് ചില മാർക്കറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് കൃഷിക്കാർക്ക് കൊടുത്താൽ കൃഷിക്കാർ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ടൂറിസ്റ്റിനും നല്ലതാണ്, ബെനിഫിഷ്യറീസിനും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് നോക്കുമ്പോഴാണ് ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഗർകോവിലുകാരനായിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ഡാനിയൽ ഔറംഗാബാദ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ളൊരു ഔറംഗാബാദ് എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയയുള്ള സ്ഥലമാണ്. അവിടെ അദ്ദേഹം കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ജൈവ കൃഷി നടത്തുകയും അത് പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്ന് പറയുന്ന, അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല, FAO ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. FAO ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന നിലയിൽ അലക്സാണ്ടർ ഡാനിയലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 5 സ്ഥലങ്ങളിൽ ഓർഗാനിക് ബസാർ എന്നൊരു ഐഡിയ 3 വർഷത്തേക്ക് തുടങ്ങാൻ തീരുമാനിച്ചു. 3 വർഷത്തേക്ക്. ആ 3 വർഷം കഴിഞ്ഞ് അതൊരു എക്സ്പെരിമെന്റ് ആണ്, അത് പൂട്ടുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. അങ്ങനെ 2003 ആയപ്പോഴേക്ക് 2003 നവംബർ 1-ാം തീയതിയാണ്
ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ഓർഗാനിക് ബസാർ തുടങ്ങുന്നത്. വഴുതക്കാട് സുധൻ മെമ്മോറിയൽ ഹാളിലാണ് തുടങ്ങിയത്. അവിടെ നിന്നാണ് നമ്മൾ ഒരു പക്ഷേ സുരക്ഷിത ഭക്ഷണത്തിനെ കുറിച്ച് ഇത്തരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ നമ്മൾ അങ്ങനെ ഒരു സുരക്ഷിത ഭക്ഷണത്തിനെ കുറിച്ചല്ല, നമ്മൾ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് കീടനാശിനി എങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതിനെ കുറിച്ചാണ്. ഈ 2003 തുടങ്ങിയ സുരക്ഷിത ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞൊരു 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് കഴിയുന്നതും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തണലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് ആൾക്കാർക്ക് അഫോർഡബിൾ ആകുക, അതേ അവസരത്തിൽ കൃഷിക്കാരന് ലാഭം ഉണ്ടാകുക. അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു മിക്സ് ഉണ്ടായിരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും സയന്റിഫിക് ആകാൻ നോക്കുക, ഏറ്റവും യുക്തിഭദ്രമാകുക, ലോജിക്കലി കറക്റ്റ് ആവുക. കാരണം ചിലപ്പോൾ ചിലർ പറയാറുണ്ട് നിങ്ങൾ ഇത് രാവിലെയും വൈകുന്നേരം സമൂലം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവില്ല. അതൊക്കെ ഒരു യുക്തിഭദ്രമല്ലാത്ത ഒരാളിനോട് യോജിക്കാൻ പറ്റാത്ത ഒരു സ്ട്രീം ഓഫ് മെഡിസിനിലുള്ള ആൾക്കാർ യോജിക്കാൻ പറ്റില്ല. ആയുഷ് ആണെങ്കിലും മോഡേൺ മെഡിസിൻ ആണെങ്കിലും ഏത് മെഡിസിനിലുള്ളവർക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം അതിൽ ഒരു ലോജിക്കിന്റെയും സയൻസിന്റെയും ഒക്കെ കുറെ കുറവുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകാതെ, എന്നാൽ അതേ അവസരത്തിൽ സുരക്ഷിത ഭക്ഷണം എങ്ങനെയാണ് നന്നായിട്ട് കൊണ്ടുപോകുന്നുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഷോർട്ട് ആൻഡ് ഡാം എന്നൊക്കെ പറയുന്നത് കിട്ടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം തിരുവനന്തപുരത്തെ പല പച്ചക്കറി ഇടങ്ങളെ കുറിച്ച് അവര് സാമ്പിൾസ് എടുത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ 0 റെസിഡ്യൂ ഉണ്ടായിരുന്ന സാമ്പിൾ ഓർഗാനിക് ബസാറിന്റെ ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പലരും ഓർഗാനിക് ബസാറിൽ വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ടുമായി. കാരണം നമ്മളൊരു മാർക്കറ്റ് പ്രൈസ് തീരുമാനിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരു 30% ഇത്തരത്തിൽ സിവിയർ ഇൽനെസ് എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് തന്നെ കുറേ കൂടെ പീപ്പിൾ ഫ്രണ്ട്ലി മാർക്കറ്റിംഗ് പ്രൈസിലേക്ക് വേണം എന്നുള്ളതിലേക്ക് വന്നു. അതാണ് ഇന്നൊരു പക്ഷേ ഇന്ന് ഈ ഓർഗാനിക് ബസാർ എത്തി നിൽക്കുന്നത് അവിടെയാണ്. ഇന്നൊരു പക്ഷേ ഓർഗാനിക് ബസാറിന് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കമേഴ്സ്യൽ ആംഗിളിലല്ലാതെ ജൈവ കൃഷിയെ കുറിച്ച് സംസാരിക്കുന്ന സ്ഥലമാണ്. രണ്ടാമത് ഇതിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരുമില്ല. ഇതിന്റെ ഓർഗാനിക് ബസാറിനെ നയിക്കുന്ന എല്ലാവരും തന്നെ വളരെ സാധാരണക്കാരാണ്. അവര് ഒന്നുകിൽ പല കടകളിൽ ജോലി ചെയ്ത ആൾക്കാരുണ്ട്, നാടൻ പണിയെടുത്ത ആൾക്കാരുണ്ട്, കുടുംബശ്രീയുടെ പ്രവർത്തനം എടുത്ത ആൾക്കാരുണ്ട്, വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ഇത് വിൽക്കാൻ വന്നിട്ട് ഇവിടെ വന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വളരെ സാധാരണ മനുഷ്യര് അവരുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപക്ഷെ ഈ ക്യാമ്പസും ഈ സുരക്ഷിത ഭക്ഷണം നൽകുള്ള ഒരു പശ്ചാത്തലമുള്ളത്. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സുരക്ഷിത ഭക്ഷണമാണ്. നമ്മുടെ ലോക കണക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിൽ ഒരു 8 പേരിൽ ഒരാളൊക്കെ തന്നെ പട്ടിണി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 2018-19 ഏകദേശം ലോകത്തിൽ 805 ദശലക്ഷം ആൾക്കാരാണ് പട്ടിണിക്കാർ. ഇന്ന് കോവിഡും അത് കഴിഞ്ഞ് യുക്രൈൻ വാറും അത് കഴിഞ്ഞ് ഇപ്പൊ പാലസ്തീൻ വാറും കൂടെ വന്നപ്പോഴേക്കും ഏകദേശം 855 ദശലക്ഷം ആൾക്കാർ പട്ടിണിയിലേക്കാണ്. മുന്നേ ഉള്ളതിനേക്കാളും പട്ടിണിയുടെ എണ്ണം കൂടി. പക്ഷെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുള്ളത് ലോകത്തിലുള്ള ഏകദേശം 8 ബില്യൺ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഏകദേശം 3.5 ബില്യൺ ആൾക്കാർക്കും പോഷകാഹാര കുറവ് എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് എല്ലാവരും. ഒരു പക്ഷെ നമ്മൾ കലറിയെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പട്ടിണി എന്ന് പറഞ്ഞത്. പട്ടിണിയേക്കാളും കൂടുതൽ വലിയ പ്രശ്നം പോഷകാഹാരക്കുറവാണ്. പോഷകാഹാരം ഉറപ്പിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴി ഒന്നേ ഉള്ളൂ, ഏറ്റവും വൈവിധ്യമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ക്യാപ്സ്യൂൾ കഴിച്ചുകൊണ്ട് മാറില്ല. ക്യാപ്സ്യൂൾ കഴിച്ചാൽ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടാവും, പക്ഷെ ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ വളരെ വൈവിധ്യമുള്ള ഭക്ഷണം കഴിക്കുകയും വളരെ വൈവിധ്യമുള്ള പല കാര്യങ്ങൾ, അത് കൃത്യമായിട്ടുള്ള നടത്തമാണെങ്കിലോ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ആണെങ്കിലോ വായനയാണെങ്കിലോ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ കുറയ്ക്കുകയാണെങ്കിലോ അത്തരത്തിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഒരു സുരക്ഷിതമായ ആരോഗ്യം തരാൻ ഇന്നത്തെ കാലത്ത് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സുരക്ഷിത ഭക്ഷണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു 3 ദിവസം എല്ലാവരെയും കൊണ്ടുവരാനും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വർഷം മില്ലറ്റ് ഇയർ ആയിട്ട് ആചരിച്ചിട്ടുണ്ട്. മില്ലറ്റ് ഇയറെ ആചരിച്ചതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ഒരുപാട് ബിസിനസ് ടു ബിസിനസ് മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല മില്ലറ്റ് ഭക്ഷണം പരിചയപ്പെടുത്തുക എന്നുള്ളത് ആകെ 2 പരിപാടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളത് ഇന്ന് പരമ്പരാഗതമായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല മില്ലറ്റ് മേഖല എന്ന് പറയുന്നത് അട്ടപ്പാടിയാണ്. അട്ടപ്പാടിയിലുള്ള ആദിവാസികള്, ഷോളിയൂറിലുള്ള ഇരുള സമുദായത്തിൽപ്പെട്ട 3 ചേച്ചിമാർ ഇവിടെ വന്നിട്ട് അവരുടെ പരമ്പരാഗത മില്ലറ്റ് ഭക്ഷണം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല രസമുള്ള പല പേരുകളുണ്ട്. ഇപ്പം സോമയ്ക്കുള്ളിൽ പമ എന്ന് വെച്ചാൽ പഴംപൊരി എന്നുള്ളതാണ്. പക്ഷെ പഴംപൊരി
ചാമ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പഴംപൊരിയാണ്. പിന്നെ ഇവരാണെങ്കിൽ ഒരുപാട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടീം ആണെങ്കിൽ പൊന്നിയൻ സെൽവം പൊട്ടിത്തെറിച്ച് ഒരു ടീം ഒരുപാട് പേരുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണ്. പിന്നെ അത്തരത്തിലൊരു ഈ ഒരു പരിപാടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പറ്റം വളരെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും ലെസ് ദാൻ 30 ആണ്. അതിൽ ചിലരൊക്കെ മോർ ടുവേർഡ്സ് 20 ആണ്. അവരുടെ ഒരു ടീം വർക്ക് ആണ് ഇവിടെ ഈ 3 ദിവസത്തെ പരിപാടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ എല്ലാ എഫേർട്ടും അവരാണ് ചെയ്തിട്ടുള്ളത്. തണലിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരു കൂട്ടം, അതിന്റെ കൂട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകരായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവര് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീമാണെങ്കിൽ പലരുടെയും വാസുകി ഉൾപ്പെടെ പലരുടെയും ചെറിയ ഷോർട്ട് വീഡിയോസുകളുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ എൻഗേജ്മെന്റ് തുറന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളത്, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എനിക്കൊരു പ്രോഗ്രാമിൽ അന്ന് ഡോക്ടർ രാജനൊക്കെ ഉണ്ടായിരുന്നു. കിംസിന്റെ സ്കൂൾ കുട്ടി, തിരുവനന്തപുരത്തുള്ള സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ 1 മാസം നീണ്ടു നിന്ന ഒരു ക്യാൻസർ ബോധനത്തിന്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, 15 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. 1 മാസം നീണ്ടു നിന്ന പരിപാടികൾ സ്കൂളിൽ കുട്ടികൾ പരിപാടി അവരുടെ സ്കൂളുകളിൽ ചെയ്യുക, അതിൻ്റെ ഒരു കൾമിനേഷൻ കിംസിൽ വെച്ച് ചെയ്യേണ്ടായി. അപ്പൊ അന്ന് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നത്, ഈ പുതിയ തലമുറ ക്യാൻസറിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ക്യാൻസറിനെ അതിജീവിക്കുക, ആ ഒരു പോസിറ്റീവ് മെസ്സേജാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഒരു ലോസ്റ്റ് മെസ്സേജ് അല്ല. ഹൗ വി ക്യാൻ സർവൈവ്, ഹൗ വി വിൽ വിൻ ദ വാർ. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് എ വാർ ഓൺ ഹെൽത്ത്. അത് നമ്മൾ എങ്ങനെ വിജയിക്കുന്നില്ല. അതിലൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മീഡിയ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമ്മളും ഇതിൽ വളരെ ഫോക്കസ് സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ടീം ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനും വലിയൊരു മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിൽ നമ്മൾ കാണുന്ന ഒരു ബുദ്ധിമുട്ട്, പലപ്പോഴും ആൾക്കാർ വരുമ്പോഴേക്കും ഒരു ചെറിയ ടൈം ബജറ്റിലാണ് വരുന്നത്. അവർ വരുന്ന 40 മിനിറ്റിന് 40 മിനിറ്റിലെ സാധനങ്ങൾ നോക്കി ടേസ്റ്റ് നോക്കി തിരിച്ചു പോകണം എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ സമയമില്ല. പക്ഷെ അവർ പലപ്പോഴും നമ്മൾ കിട്ടുന്ന മീഡിയ സോഷ്യൽ മീഡിയയിലുള്ള സാധനങ്ങൾ വായിക്കാനും വീഡിയോ നോക്കാനും പഠിക്കാനൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അതിന് തിരിച്ച് നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും നീണ്ട ഒരു ആമുഖം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇതിനൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാനാണ്. സോ വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തില് വളരെ ഓഗസ്റ്റ് ആയിട്ടുള്ള എനിക്ക് വളരെ ബഹുമാനവും ഇഷ്ടമുള്ള വളരെ ഒരു സഹപ്രവർത്തകയെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ് വാസുകി. ഞങ്ങള് ശുചിത്വ മിഷന്റെ സമയത്ത് കേരളത്തിൽ വളരെ റിമാർക്കബിൾ ആയിട്ട്, ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യമുള്ളത് ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ളതാണ്. ആ ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മളാണ് ഉണ്ടാക്കിയത്. പക്ഷെ അതിനൊരു ഒഫീഷ്യൽ ലെവലിലേക്ക് കൊണ്ടുവരികയും നമ്മള് 1 ഡേ ക്രിക്കറ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ 1 ഡേ ക്രിക്കറ്റ് വേസ്റ്റ് ഇല്ലാതെ ചെയ്യാമെന്ന് നമുക്ക് ആദ്യം കാണിച്ചു തന്നത് വാസുകിയുടെ നേതൃത്വത്തിലുള്ള ഒരു എഫർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം ഞങ്ങൾക്കുള്ളത്, കിംസ് ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ഹെൽത്തിലൊരു ഇന്റർവെൻഷൻ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഹൗ ടു ക്രിയേറ്റ് ദ ചേഞ്ച് എന്നുള്ളതിനെ കുറിച്ച് നോക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതില് ഡോക്ടർ വാസുകി ഒരു വളരെ റാഡിക്കലായിട്ട് ഗവൺമെന്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ്. അരുൺ കിഷോർ ഉണ്ട്, അദ്ദേഹം ഒരു സിനിമാ സംവിധായകനാണ്. മലയാളത്തിലുള്ള സിനിമകളിൽ ആദ്യമായിട്ട് ഒരു സീനിന്റെ ഭാഗമായിട്ട് ഒരു തീ കത്തിക്കുന്ന ചിത്രമുണ്ട്. അപ്പൊ ചിത്രിക്കുന്നതിന്റെ താഴെ തീ കത്തിക്കുന്നത് അപകടമാണെന്ന് എഴുതി കാണിച്ച ഒരു സംവിധായകനാണ്. പുകവലി ഹാനികരമാണെന്നല്ല, തീ കത്തിക്കുന്നത് അപകടമാണെന്ന് എഴുതി കാണിച്ചൊരു സംവിധായകനാണ്. ഞങ്ങളുടെ അടുത്ത സുഹൃത്തും വളരെ ആരോഗ്യത്തിനെ കുറിച്ച് വളരെ ആലോചിക്കുന്ന ഒരാളും. പല പ്രശ്നം ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ എന്നോട് പറയാറുണ്ട്, ജയകുമാറിനെക്കാളും കുറച്ചുകൂടെ ആരോഗ്യം ഞാനുണ്ട്, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൂടെ വരാമെന്ന് പറയുന്നത് അതിനുണ്ട്. സുചിത്ര, മറ്റ് സഹപ്ര എല്ലാവരും ഒന്നും കൂടെ ഞാൻ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ അനുമോദിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത തണലിന്റെ ചെറുപ്പക്കാരുടെ ടീമിന്, തണലിന്റെ എന്താ പറയുക, A ടീം എന്ന് അതിനെ പറയേണ്ടി വരും തോന്നുന്നില്ല. എപ്പോഴാണ് A ടീം സീനിയർ ടീം ആകുക എന്നുള്ള ഒരു നല്ല വ്യവസ്ഥയെ കുറിച്ച് കാത്തിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മമാണ്. വിളക്ക് തെളിയിച്ച് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ വാസുകി IAS വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുൻ ജില്ലാ കളക്ടറും ഇപ്പോൾ ലേബർ കമ്മീഷണറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ വാസുകി IAS ആണ്. നമുക്കറിയാം, ശ്രദ്ധേയമായ പല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയും സുപരിചിതയുമാണ് മാഡം. ഉദ്ഘാടന പ്രസംഗത്തിനായി ഏറ്റവും ആദരവോടെ ഡോക്ടർ വാസുകി IASനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. So, good evening everyone. വളരെ സന്തോഷമാണ് ഇന്നത്തെ ഒരു ചെറിയ ചടങ്ങാണെങ്കിലും എന്നെ പങ്കാളിയാക്കി എന്നെ ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളോടെല്ലാം സംസാരിക്കാനൊരു അവസരം കൊടുക്കുന്നതിന് വളരെ നന്ദി, വളരെ സന്തോഷം. യൂഷ്വലി നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ മറ്റവരെ ബോധവൽക്കരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും ഓൾറെഡി ബോധമുള്ളവരാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓഡിയൻസിനോട് സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ഇറ്റ് ടു ബി എൻ ഇൻട്രാക്റ്റീവ് സെഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക. Can we do that? Yeah, you can ask me anything. If you feel like asking me anything, please do so. ചോദ്യങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ഞാൻ ചെറിയ ഒരു ചരിത്രം പറഞ്ഞിട്ട് then we can go for an interactive session. Shall we do that? Yeah? Okay. So, one thing is, നിങ്ങൾ എല്ലാവരും ശ്രീ ജയകുമാർ പറഞ്ഞതുപോലെ എല്ലാം വളരെ ചെറുപ്പക്കാരാണ്, 30s and 20s. ആൻഡ് ഇത്രയും ചെറുപ്പകാലത്ത് തന്നെ ഈ രംഗത്തിലേക്ക് വന്നത് ഐ എം ടെലിംഗ് യു ആർ വെരി ലക്കി. യു ആർ വെരി ലക്കി ടു ഹാവ് ഹാഡ് ദ വിസ്ഡം ടു കം ആൻഡ് ജോയിൻ സംതിങ് ലൈക്ക് ദിസ്. എനിക്ക് ആ ഒരു വിസ്ഡം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, വളരെ ഫ്രാങ്കായിട്ട് പറയുവാണെങ്കിൽ, because this conflict is always there, right? Development versus environment, right? So ഞാൻ environmentalist എന്ന ഒരു വാക്ക് ചോദിക്കുമ്പോൾ കേൾക്കുമ്പോൾ even I used to have the typical mainstream personയുടെ ഒരു നെഗറ്റിവിറ്റി. Oh, these people are anti-developmental എന്ന ഒരു നെഗറ്റിവിറ്റി എനിക്കും ഉണ്ടായിരുന്നു. So I was more on the negative view of the word environmentalist. പക്ഷേ എന്നെ ഒരിക്കലും even I remember one of my best friends, when she wanted to do environmental science, I frowned upon her. I said, why the hell do you want to do environmental science? Okay, and she now ipo ennodu chodikum, at that time when I did wanted to do environmental science, you frowned upon me. Now you have become an environmental advocate yourself. It's like, see, people change. If you don't change, then it's a problem. സോ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെ വന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ വെൻ ഐ കെയിം ടു കേരള, ഐ വാസ് ന്യൂ ഇൻ ദ കാഡർ ആൻഡ് മൈ കരിയർ ഹാഡ് നോട്ട് പ്രാക്ടിക്കലി ടേക്കൻ ഓഫ്, ദോ ഐ വാസ് ഇൻ സർവീസ് ഫോർ ഓൾമോസ്റ്റ് 3-4 years before coming here. I'm 2008 batch. I moved to Kerala. I had my first posting around 2014. അപ്പോൾ അവിടെ വന്നപ്പോൾ എനിക്ക് കേരളം ഓൾറെഡി ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ I wanted to do something which is challenging. I wanted to establish my career. I wanted to prove myself and all that. All that goes to an ambitious person, right? So അപ്പോൾ വന്നപ്പോൾ ഞാനപ്പോൾ എന്താണ് കേരളം എല്ലാ രീതിയിലും എല്ലാ രംഗത്തും ഒരു IAS ഓഫീസറായിട്ട് നമ്മൾ വരുമ്പോൾ പോവർട്ടി എലിമിനേറ്റ് ചെയ്യണം, വിമൻ എംപവർമെൻറ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു IAS ഓഫീസറായിട്ട് വരുന്നത്. പക്ഷേ കേരളത്തിൽ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു IAS ഓഫീസറായിട്ട്? എന്ത് ബാക്കിയുണ്ട് ഇനി ചെയ്യാൻ? ഇനി എനിക്ക് പിടികിട്ടില്ല. ബിക്കോസ് ആ കേരളത്തിൻ്റെ എന്താണ് സിറ്റുവേഷൻ, ബിക്കോസ് ഐ എം ന്യൂ ടു കേരള. അപ്പോൾ then I started reading, okay, let me understand what are the problems in Kerala. That is when I started reading from the newspaper reports that waste management is a problem. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഈ വിളപ്പിൽശാല അങ്ങനെ എന്തൊക്കെയോ എപ്പോഴും ഒരു ന്യൂസ് ഐറ്റം എങ്കിലും വേസ്റ്റിനെ കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അണ്ടർസ്റ്റുഡ്, ഓക്കെ ഫൈൻ, അപ്പോൾ ഇതൊരു ന്യൂ ഏജ് പ്രോബ്ലമാണ് ഒരു വേസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി ഐ തിങ്ക് ദാറ്റ് മൈറ്റ് ബി എ ഗുഡ് ചാലഞ്ച് ഫോർ മീ ടു ഡു ആസ് എൻ IAS ഓഫീസർ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ സാർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഐ ജസ്റ്റ് ഗേവ് ബർത്ത് ടു മൈ സെക്കൻഡ് സൺ and I had entered on maternity leave. Maternity leave, I'm just entering Kerala, I'm entering maternity leave, and immediately after the maternity leave I have to get my first
പോസ്റ്റിംഗ്. സോ ഞാൻ അപ്പോൾ പോയി ചീഫ് സെക്രട്ടറി ഓർത്തിരിക്കത്തില്ലല്ലോ, പുതിയ ഓഫീസർ ഓർത്തർ കാർഡറിൽ വന്നിട്ടുണ്ട് എന്ന് സാറിന് ഓർത്തിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനെ പോയി കാണുന്നുണ്ട്. So he knows that, I am in maternity leave, I am coming, I have 2 small kids, and so I'm coming to meet him, and so usually എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഒരു രസകരമായ സംഭവമാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഭരത്ഭൂഷൺ സാറുടെ മൈൻഡിൽ എന്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് ചർച്ചയിലാണ് അറിഞ്ഞത്. പക്ഷേ this is how it happened. So I'm walking inside Chief Secretary's room, and I'm saying, sir, I'm new on the cadre, I've just come from Madhya Pradesh. So my maternity leave will be over by this and this date, and I need a posting. So he said, okay, yeah, we'll make a posting. So I said, sir, shall I make a request? So he was thinking, okay, one feeding mother with 2 small kids, so she's going to ask for a posting which is more relaxed so that, she can take care of the kids. But our career, my ambition and, my ambitious personality. Sir, I want to take up something very challenging. So he was shocked. Okay, this is not something I was expecting. So I said, I want to take something challenging. I'm very passionate about, I really would like to see what waste management is all about. I wanted to understand what is the problem. So maybe I could take it up as a challenge. I understand in Kerala it's a problem. So he said, he was shocked. He was like, the moment a young mother coming and asking immediately after maternity leave, coming and asking, I want to take up something challenging, he got excited. So he said, okay, fine, I will not, I was thinking that he would be posting me in some corporation or, where I can showcase a model. But then he said, no. Now that you're so passionate, you come to the state department itself. And he said, you come to the state. And, I'll put you as in charge of the entire waste management for the entire state. അങ്ങനെയാണ് ശുചിത്വ മിഷന് എനിക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് സോ ഹാപ്പൻഡ് ഈ ശുചിത്വ മിഷനിൽ ED എന്ന പോസ്റ്റ് നോൺ കാഡർ പോസ്റ്റാണ്. അതായത് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസർക്കായിട്ടുള്ള പോസ്റ്റ് അല്ല അത്. ഇപ്പോൾ അത് കാഡർ പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ഐ തിങ്ക് അറ്റ് ദാറ്റ് ടൈം അറ്റ് ലീസ്റ്റ് ഇറ്റ് വാസ് എ നോൺ കാഡർ പോസ്റ്റ് ആൻഡ് നോ IAS ഓഫീസർ ഹാഡ് ബീൻ പോസ്റ്റഡ് ഇൻ ശുചിത്വ മിഷൻ അറ്റ് ദാറ്റ് ടൈം. സോ all my friends and my batchmates was like, they felt very bad for me. എന്തിനാ ഒരു നോൺ കാഡർ പോസ്റ്റിനെ നിങ്ങൾക്ക് കൊടുത്തത് എന്ന രീതിയിൽ they were all feeling bad for me. But then I was very happy because, my request was granted. എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്തിലേക്ക് മാറി വരുന്നു. And as I said, I was having a feeding son. I'm just coming back from maternity leave. But the moment I entered the field, waste management fascinated me. I really had to understand എന്താണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി I was really trying my best. അപ്പോൾ I always have this habit of going into the depth of every subject. എനിക്കൊരു ജോലി ചെയ്യണമെങ്കിൽ അത് മുഴുവൻ മനസ്സിലാക്കിയത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. So I had to go into detail. And thanks to internet, I started Googling and, I started trying to understand what exactly പഴയ ന്യൂസും ഇനി മറ്റ് വിദേശ രാജ്യങ്ങളിൽ എന്താണ് ചെയ്യുന്നത്, വാട്ട് ഇസ് എ ട്രെൻഡ്, ഇന്റർനാഷണൽ ട്രെൻഡ്, ഇങ്ങനെ ഒരുപാട് വായിച്ചു. കേരളത്തിലുള്ള എല്ലാ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റിനും പോയി ഞാൻ നേരിട്ട് കണ്ടു. Kerala is a very beautiful state. When somebody is new in Kerala, they go to the most beautiful places. But I went to the most dirtiest, smelliest places in Kerala, stinking places, trying to understand what exactly went wrong with these waste management plants. And I think എല്ലാ സ്ഥലത്തും വലിയ വലിയ പ്ലാന്റ് എവിടെയൊക്കെ ഉണ്ടോ അത്രയും പോയിട്ടുണ്ട്, except Lalur, I think. Except Lalur, I have gone to every other, plant, waste treatment plant. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന പഠനങ്ങളിൽ even at that time, I was not concerned about the environment. I was more concerned about my career. Okay, so I started reading a lot of things, and that is when, the terrorist organization, and especially the major terrorist in this organization is Shibu. And, Shibu tried to meet me a lot, but, he was denied access. And then somehow, after a while, he managed to come and meet me and we had a chat and I felt that, for the first time, somebody is talking sense, because from whatever I had been learning and whatever I have been reading, and this person was one of the first few persons I felt, was talking a lot of sense. And he is the one who introduced me to a lot of concepts of waste management. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല.
അപ്പോൾ ഷിബു കുറേ ലീഡ്സ് കൊടുത്തു പഠിക്കാൻ വേണ്ടിയും വായിക്കാൻ വേണ്ടിയും. ഞാൻ അതൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് slowly and slowly my attitude was changing, And this particular study I came across in my own research. It was a UNDP report, United Nations Development Project report, you must be knowing. So this report was saying that, there are 300 toxins found in the umbilical cord blood of newborns. I don't know if you've come across this report. കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ അല്ലേ? So 300 toxins are found in the umbilical cord blood of newborns. So then I had to research more. Then I understand what is bioaccumulation, what is biomagnification of toxins. And ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആവശ്യമില്ല. സോ അത് എങ്ങനെ നമ്മുടെ യുട്രൈൻ ബ്ലഡിലും അതുപോലെ തന്നെ മദേഴ്സ് മിൽക്കിലും വരുന്നു എന്ന് വായിച്ചു. That was a very spine-chilling fact. അപ്പോഴാണ് എനിക്ക് ഒരുപാട് അപ്പോൾ there were a lot of awakenings happening, but this was like a biggest awakening. It was like, Buddha getting enlightened under the people tree, it was like that. ഈ ഒരു UNDP റിപ്പോർട്ട് വായിച്ചപ്പോൾ it was, I was feeding my son, and I couldn't imagine that, my milk is contaminated with 300 and more than that, because 300 is only documented ചെയ്യാത്ത ടോക്സിൻസ് 3000 എന്നാണ് പറയുന്നത്, which we have not yet understood the impact of these toxins on our body. So as a mother, I started having this paranoid visions of, toxins moving through my milk to my son. It was a horrible feeling. And I became paranoid. For almost a year or two, I was very paranoid. And my poor husband had to put up with this paranoid version of myself. I had to change everything in my house. I removed all the plastic. I converted to organic. That's when, I converted to organic, and, I wasn't, and Karthik was saying, you cannot trust these organic guys, they just say, name it as organic, and then they sell all these fake stuff. And I had to ensure that, I have to get a genuine place. So I called up Anupama, who was Food Safety Commissioner at that time. So she advised me that, Tunnel is really a genuine place, and you can definitely trust them and buy them. So upon Anupama's advice, I started coming to Tunnel and I started buying organic. So we converted to organic. We removed as much plastic consumption at home as possible. We stopped burning plastic. We tried to, formulate a system of managing this plastic. ഇങ്ങനെ ഒരുപാട് മാറ്റം വന്നു. So this was the transition. Then, I understood that, that is when I became an environmentalist myself. It was only in the year 2014-15, that is hardly like the last 8-9 years that I became an environmentalist myself. ഈ കഥ നിങ്ങളോട് പറയാനുള്ള കാരണം, there are many people who was like Vasuki pre-2014. Okay? The entire world is like that. Had I not come to Sujito Mission, I would have been completely unaware of how it is affecting us. So information is there, it's all out there, but എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ ഇൻഫർമേഷൻ right now so much of information is there. People are getting confused, what kind of information they should consume. It's mostly passive consumption of information. Appo your young people, all I'm saying is that try and convert as many as pre-2014 Vasuki into the current Vasuki. That is what I want to tell you today. This needs a revolution, you are already aware of climate change, you're already aware of, I'm sure, under the able leadership of Shri Jaivika and Susha, you would be doing a lot of things, but you can do more. You are in the right place, with the right people, with the right mindset, and at a right age, where you have all the energy. So just keep talking. Just keep, I'm sure, നിങ്ങൾ മറ്റ് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാം വട്ടായിട്ട് കാണാറുണ്ട്. ചിലർ കാണുന്നുണ്ടോ? എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ട്. Okay. I was even criticized once, I know people like you. You people talk a lot but do nothing.
This is the kind of criticism I used to face. Lots of criticisms. I'm crazy, I'm impractical, I'm adamant. All sorts of labels have come to me. I'm being utopian. Everything will come. All sorts of criticisms will come to us. But keep talking. Keep spreading the message. This is something that I got from one of my mentor collectors, once, because this happened, there were so many meetings that used to happen. And, there was a one point of time where I kind of got tired. I felt there's no point in talking to people. അങ്ങനെ ഒരു mental tiredness like വന്നിരുന്നു, ഒരു mental fatigue like വന്നിരുന്നു. അപ്പോൾ something was happening and we were all in a conference, and this was my mentor collector while I was an MP. So I happened to meet him after almost 5-6 years after moving back to Kerala in some common meeting point at the national level. So when something was going on and I couldn't agree with them, I kept saying, I just turned to him and said, "Sir, all this is nonsense, sir. I don't believe in this," and blah, blah, blah. So I was having a conversation. "Oh, you are telling me all this, why don't you go and tell it on stage?" Okay. Sir, I've tried, sir. It doesn't work. And so, no. That is our job. You speak 100 times, 1,000 times. Maybe the first time they'll call you crazy. But in the 1,000th time, they will understand what you're trying to say. That was a very valuable message that he gave me. So I said, yeah, that is my job. My job is to keep talking. My job is to keep spreading the message. Whether the message falls on deaf ears or not, it doesn't matter. Just keep talking. One day those ears will open up. The deafest of ears will definitely start listening one day or the other. So, angane sambhavichathu. Initially, green protocol was not acceptable to our own people. Then our own people accepted it. Then after accepting, I wanted to ensure that, it goes to the national level. Again, there were a lot of criticisms. But then eventually, it was accepted at the national level. I got appreciation at the national level. So every time there were criticisms. Criticisms are bound to come when you talk something different from what the rest of the world is talking. It is bound to come. But do not lose heart. Our duty, our mission, our purpose in life is, this conversion. We need to keep converting people. And I feel, you were all blessed with that opportunity at such a young age. So use your energy and vigor and your youth to keep this conversion going. It should go at a geometrical progression. That is what I wanted to say today. So, any questions you can think of? You don't have any questions, then I think I'll pass on the baton to the other speakers of today's program. Yes, please. No, I'm very thick-skinned, okay? You can ask me anything after going through what all I've gone through. Yeah. Just a question in the sense that, are you really happy with the efforts that the government is putting out in terms of, environmental sanitation or waste disposal? Are you happy with the efforts putting up by who? By the government. By the government. You represent the government. So I'm asking you, are you really happy that all due efforts are being taken and, we have nothing to fear? So I wouldn't want to say government per se. So as I said, Let it be an NGO as well, but are you happy with the general effort that is coming into this area? So I'm also a very spiritual person. So I've come to always accept the things for what they are. Okay. But to answer your question, as I said, there was a point of time that I was highly frustrated. Not just with government, government is only a reflection of the society, right? The government, what I understood is that, the government will give what the people want, right? So it's government and people, they are not separate entities, is what I understood. So I feel it's a world at large. So there was a time when I was feeling very frustrated and, this anxiety. I told you, I was going through that paranoid phase, for my children, I became an environmentalist for my children, for the sake of my children, frankly speaking. I didn't want them to, continue in this toxic world, I wanted to secure their future. But as I said, I understood, as I said, before 2014, I was also one among them, I didn't know. So information is power. So I understood even recently, when
I was just picking up my son from school. One of my son's friend's father, he knows that I'm working in climate change and sustainability. That is my area of passion. So he knows that. Still, he is asking me, "Is climate change is it happening? Is it really happening? I mean, there's so much talk about climate change and all that. Is it really happening?" So I was a little provoked, you know. And then I told myself, see, so he's like 2004, pre-2014 Vasuki. So be patient with him. Okay, so the idea is that, that is the acceptance I have for the people and the global, community at large. There are many who have to get enlightened, they have to have that Buddha time, it is a matter of time. So I feel, I don't get frustrated, I don't get unhappy or whatever. I always believe that, doing our bit, because, there is also a spiritual element to that. Youngsters should also be inclined towards spiritually, because I see that a lot of environmentalists become very angry. I've seen a lot of environmentalists very angry and very worked up and frustrated that, nothing is happening. So don't do that, there is always a spiritual element also to this entire global development. Start with reading Power of Now by Eckhart Tolle. Have you heard of him? Anybody? If you can just Google Power of Now, okay, you get free PDF version for downloads, okay. So start with that, we understand how human consciousness evolves. There is a completely different angle to life, there's a completely different purpose to life. So, you can start with Power of Now by Eckhart Tolle, which makes us understand how the human consciousness evolves. So I only look at it as an evolution of human consciousness. So all we can do is, do our best and not expect anything. That is the true spiritual lifestyle that will take a lot of tension off you, so that you don't, we need environmentalists to live for a long time. Don't die at 40, 50 with a heart attack, getting all worked up. So for that, this kind of an attitude where, you accept people for what they are, and, just keep doing what you have to do without expectations, but keep doing at your level best. That's what I have to say. Any other question? Okay, so shall I wind it up? Yes. അത് ഒരുപാടുണ്ട്. അത് ഒരുപാടുണ്ട്. എപ്പോഴും ഞാൻ പറയും, 100 കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ അതിൽ 10 കാര്യങ്ങൾ കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു കാര്യം മാത്രമേ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ 100 കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചാലേ പറ്റും. എന്നാലേ നമുക്കറിയും ഏത് വിച്ച് വൺ വിൽ ക്ലിക്ക്, നമുക്കറിയത്തില്ല. സംതിങ് വിൽ ക്ലിക്ക്. ഓക്കെ. അങ്ങനെ ഒറ്റപ്പെട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ഹോളിസ്റ്റിക് വേ ഓഫ് ഡൂയിങ്. ബട്ട് ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഇഫ് ദർ ഇസ് സംതിങ് ദാറ്റ് ഒരു വാക്കിൽ ചുരുക്കം വാക്കിൽ പറയുവാണെങ്കിൽ, നമ്മൾ ഈ അടുത്ത കാലത്ത് the last 50-100 years or so, we always believe that the government is responsible for doing everything. അങ്ങനെ ഒരു ചിന്താഗതി വന്നു, ever since the birth of democracy and ingane oru governance and oru issue vannapo, there is this general thinking that everything is government's responsibility and people don't have any responsibility. I'm paying tax, so the government should do it. This is the typical attitude everybody has. Of course, you have a right to demand things from the government. I'm not saying you don't have any right. Of course, you pay your tax and that's how the government is running. I'm not saying you shouldn't do that. But there is something called civic responsibility, and there is something called collective human responsibility for this world. I feel that we don't have the time to take up that responsibility. That is a problem. The current hectic lifestyle is not allowing us to understand what this responsibility is in the first place. We don't even have time to understand what this responsibility is. The second is we don't have the time to take that responsibility again. But I feel, as I say again and again, government is not separate from people. People are government, government is people.
So I feel it's a collective responsibility. You know, I mean, unless each and every one of us assume, see, as I said, you know, I didn't take this responsibility as an IAS officer. I took this responsibility as a mother. That was, you know, till then I was career oriented. But then I became, you know, world oriented or earth oriented or nature oriented purely because, you know, I wanted to do this as a mother from whichever position I was. Even as an IAS officer, this climate change is too big for me as an individual. It is really big for me because 8.1 billion population, I'm just one individual. And in one IAS officer in some department in Kerala government. So how much can I do? Even my power is limited. But the collective people's power is unlimited. You know, unless we people, as people, whether it's government, non-government, it doesn't matter. As collective people, if we come together, that power is unlimited. That is what I want people to realize, whether it's waste management or climate change or whatever. I always believe in people's power and the power of the people to create a revolution. And we need a revolution. This is going to be the next revolution. I know that for sure. It's already started happening. And I feel every person, every individual, no matter who they are, whether he's a politician or a government employee and there are people everywhere. In every sector, there are people who are coming together for this. So it's a collective responsibility. Our chindagari marcham vannal ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരും എന്നാണ് you asked me to set one point, so this is the one point I have in mind. Thank you. Thank you so much, ma'am. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന യോഗത്തിന്റെ മുഖ്യ അതിഥിയും കിംസ് ഹോസ്പിറ്റൽ ക്ലിനിക്കൽ സർവീസ് ഡയറക്ടർ ഡോക്ടർ രാജൻ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. Namaste. After listening to two highly informative and entertaining talks, ended the anti-climax album, so just pardon me for that. So I was just wondering, ഞാൻ എന്താ നിങ്ങളോട് സംസാരിക്കേണ്ടത് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ 2 സ്പീക്കേഴ്സിൻ്റെ ഒന്നും ചെറിയ ചെറിയ പോയിന്റ്സ് എനിക്കൊന്നും കിട്ടി. ആദ്യം നമുക്ക് മാഡം വാസുകിയുടെ ചില കൺസേൺസ് ഞാനത് അഡ്രസ്സ് ചെയ്യാം. എനിക്ക് വലിയ സങ്കടമുണ്ട്. നമ്മുടെ അംബ്ലിക്കൽ കോഡ് ബ്ലഡിനെ ഷീ ഫൗണ്ട് ഇറ്റ് ഓൺലി ആസ് എ സോഴ്സ് ഓഫ് ടോക്സിൻസ്. അത് കുറച്ച് വിഷമമായിപ്പോയി. ബിക്കോസ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ, അംബ്ലിക്കൽ കോഡ് ബ്ലഡ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് സ്റ്റെം സെൽസ്. ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏത് ടൈപ്പ് ഓഫ് സെൽസുമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന സെൽസാണ് അൾട്ടിമേറ്റ്ലി ഇൻ ദി റിയൽ ലൈഫ് ഈ സ്റ്റെം സെൽസ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് തന്നെയുണ്ട്. അതായത് സ്റ്റെം സെൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ട്, ഐ എം ഷുവർ യു നോ ദാറ്റ്, കളക്ട് ചെയ്തിട്ട് വി ട്രാൻസ്ഫോം ഇൻ ടു വേരിയസ് സെൽസ് വിച്ച് ആർ റീജനറേറ്റിംഗ്. അവർ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന സെൽസാണ്. സോ ദിസ് ഹാസ് ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്. സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് പാരലൈസ്ഡ് ആൻഡ് യു കനോട്ട് വാക്ക് ഓർ മെനി ഓഫ് യുവർ ഫങ്ഷൻസ് ആർ ഡിസ്റ്റർബ്ഡ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആൻഡ് ദി നെർവ് സെൽസ് ഡു നോട്ട്, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ സെൽസ് എല്ലാം വളർന്ന് തൊലിയെല്ലാം നേരെയാവും. പക്ഷേ ആ റീജനറേറ്റിംഗ് കപ്പാസിറ്റി നമ്മുടെ നെർവ് സെൽസിനില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഈ സ്റ്റെം സെൽസിനെ നെർവ് സെൽസായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോബബ്ലി സം റീയൂണിയൻ ഓഫ് നെർവസ് ടിഷ്യൂ വുഡ് ഹാപ്പൻ ആൻഡ് പ്രോബ്ലി യു റീഗെയിൻ യുവർ ഫങ്ഷൻ പറഞ്ഞ് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ടോക്സിൻസ് മാത്രമല്ല, മാഡം പേടിക്കേണ്ട, അതിന് വേറെ പല ആവശ്യക്കാരുമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സാധാരണ ഞാൻ നമ്മൾ ഒരുപാട് പേര് ഈ ടോക്കിന് വിളിക്കുമ്പോഴത്തേക്ക് കൂടുതൽ മെഡിക്കൽ ടോക്കാണ്. മെഡിക്കൽ ടോക്ക് ആകുമ്പം എളുപ്പമാണ്. ബിക്കോസ് യു ആർ ഗിവൻ എ ഫിക്സഡ് ടൈം 20 minutes, യു ആർ ഗിവൻ എ ടോപ്പിക്, യു ആർ ഗുഡ് ഓഡിയോ വിഷ്വൽ പ്രൊജക്ഷൻ ആൻഡ് അപ്പോൾ പലപ്പോഴും നമ്മൾക്കൊരു ടോപ്പിക് തരും. അപ്പോൾ ആ ടോപ്പിക്കിനകത്ത് നമ്മൾ കേട്ടിരിക്കുന്ന ഓഡിയൻസിനെക്കാളും കുറച്ചൊരു ബുദ്ധിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവർക്ക് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് കാണിച്ച് യു ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് കോംപ്ലിക്കേറ്റഡ് ആസ് പോസിബിൾ. സോ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഒന്ന് ഷേക്കാനൊക്കെ തരും. അത് ഇത് മനസ്സിലാവാത്ത ആൾക്കാരാണ് അത് കൺകാലിലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായവരൊക്കെ ഇവനിതേ പറയാനുണ്ടായിരുന്നുള്ളതെന്ന് ചോദിച്ചാൽ അവർ മാറി നിൽക്കും. പക്ഷേ ഈ നോൺ മെഡിക്കൽ ടോക്ക് നടക്കുമ്പോഴത്തേക്ക് പ്രധാനമായും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ ഓങ്കോളജിയാണ്. അപ്പം നോൺ മെഡിക്കൽ ടോക്കിന് വിളിക്കുമ്പോഴത്തേക്ക് പ്രധാനമായും ക്യാൻസർ ബോധവൽക്കരണം,
ക്യാൻസറിനെ പറ്റിയുള്ള അവബോധം എന്നൊക്കെ പറഞ്ഞ കുറേ ബ്ലാ ടോപ്പിക്ക് തരും. അവിടെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന ഓഡിയൻസിന് കുറച്ച് വിവരമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയി ബ്ലഫ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റിടത്ത് നമുക്ക് ശരിക്കും ബ്ലഫ് ചെയ്യാം, നോ പ്രോബ്ലം, നോബഡി വുഡ് ആസ്ക് ഓർ എനിത്തിങ്. ഇവിടെ ബ്ലഫ് ചെയ്യാൻ കുറച്ച് സൂക്ഷിച്ച് വേണം. നമ്മൾ നോൺ മെഡിക്കലാണ്, നമുക്ക് വിവരമില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ക്യാൻസർ ബോധവൽക്കരണം എന്താണ്, 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന് നമ്മുടെ ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ, അതർ ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി. സോ അതിനെപ്പറ്റി നമ്മൾ ഘോരം സംസാരിച്ച് ഇതിപ്പോൾ ഈ പെസ്റ്റിസൈഡും അതിൻ്റെ ഇഷ്യൂസൊക്കെ ചെറുതായിട്ട് വരും. പക്ഷേ കൂടുതലും നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഹാബിറ്റ്സ് ഇൻ ലൈഫ്, യുവർ യൂസ് ഓഫ് ടൊബാക്കോ, യൂസ് ഓഫ് ആൽക്കഹോൾ, അതിനെപ്പറ്റിയൊക്കെ പറയാനുള്ള ഇതാണ്. അപ്പം അവിടെയും ഈ ക്രൗഡിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ പെസ്റ്റിസൈഡ്സിനെ പറ്റി ആരും പറഞ്ഞ പോലെ യു ഓൾ നോ മോർ അബൌട്ട് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇറ്റ്സ് ബാഡ് എഫക്ട്സ് ദാൻ മീ. സോ അത് പറയാനും എനിക്ക് നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ജയകുമാറിൻ്റെ ടോക്കിൽ നിന്ന് ചെറിയൊരു ക്ലൂ എനിക്ക് കിട്ടിയത്. അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദി ആബ്സെൻസ് ഓഫ് സയൻറ്റിഫിക് ഡേറ്റ in formulating policies. It's extremely important in the case of pesticides because the pesticides and their use and its effects depends on various things. What's the dose of these pesticides, what's the duration, what's the type of exposure. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഒരു വളരെ സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രമേ അതിന് ഒരു വാലിഡ് ഡേറ്റ കിട്ടിയുള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ഈവൻ ഇൻ ദ കേസ് ഓഫ് ദി കാസർഗോഡ് ഗുഡ് ഡേറ്റ. Well, the other aspect of is that to what effect this data is being used by agencies who are supposed to use it. That is very disappointing. There a classic example പറയാം. When I was the director of the RCC, we had a big project, Kollat, I'm sure you would know. In the Nildagara area, there is a lot of background radiation coming from the coastal sand. Okay? അപ്പോൾ അവിടുത്തെ ആൾക്കാർ വലിയ ബഹളമാണ്. ഞങ്ങൾക്കെല്ലാം എല്ലാവരും ആദ്യം പറയുന്നത് ക്യാൻസർ, ഞങ്ങൾക്കെല്ലാം ക്യാൻസർ വരുന്നു, സർക്കാരൊന്നും ചെയ്യുന്നില്ല, ബഹളമാണെന്ന് പറഞ്ഞു. സോ വി ഡിസൈഡ് ടു ഡു എ ഫീൽഡ് സ്റ്റഡി ദെയർ ആൻഡ് ലക്കിലി ഫോർ എസ് വി ഗോട്ട് ഹെൽപ്പ് ഫ്രം ദി ജാപ്പനീസ് ഗവൺമെൻറ്. അപ്പോൾ ജപ്പാൻകാർക്ക് ഈ റേഡിയേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവ് ടോപ്പിക്കാണ് ബിക്കോസ് ദേ സഫേർഡ് ഓൾ ദി ബാഡ് എഫക്ട്സ് ഓഫ് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവിടെ ശരിയാണ് അവർക്ക് പ്രത്യേകിച്ചും ഈ തൈറോയിഡ് ഡിസീസസ് വളരെ കോമൺ ആണ്. നോട്ട് നെസസറിലി ക്യാൻസർ ബട്ട് തൈറോയിഡൈറ്റിസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, പല ഇൻഫ്ലമേറ്ററി തൈറോയിഡ് ഡിസീസ് വളരെ കോമൺ ആണ് അവിടെ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ടീനേജ് യങ് ലെവലിൽ. അപ്പോൾ ഞങ്ങളവിടെ വലിയ ക്യാമ്പൊക്കെ ഉണ്ടാക്കി, ജപ്പാൻകാർ വരുന്നു, നമ്മളവിടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ ഉണ്ടാക്കി ഏകദേശം 2 കൊല്ലത്തോളം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് 2 തരത്തിലുള്ള റേഡിയേഷനാണ് അവിടെ കിട്ടുന്നത്. ഒന്ന് ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ സാൻഡിന് നേരിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സാൻഡിൽ ഇന്നാലും നമുക്ക് വി ആർ ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. അപ്പോൾ പല ആൾക്കാരും രാത്രി കിടന്ന് ഉറങ്ങുന്നത് ഈ സാൻഡിലാണ്. വീട്ടിനകത്താണെങ്കിലും തറയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ തറയിൽ കിടന്നുറങ്ങുന്നവർക്ക് കട്ടിൽ കിടന്നുറങ്ങുന്നതിനേക്കാളും കൂടുതൽ റേഡിയേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ വി വെൻറ്റ് ടു ഓൾ ദി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഡാമേജിങ് ആയിട്ട്, ദാറ്റ്സ് എ തോറിയം. അപ്പോൾ തോറിയം പലപ്പോഴും നമ്മൾ ഇൻഹേൽ ചെയ്യുകയാണ്. സോ ദി സ്റ്റഡി ഡിഡ് നോട്ട് കവർ ദി ക്വാണ്ടം ഓഫ് ഇൻഹെയിൽഡ് തോറിയം. അത് ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ മെഷർ ചെയ്ത് വി പ്രസൻറ്റഡ് എ വെരി ഡീറ്റെയിൽഡ് പ്രോജക്റ്റ്. ഇൻ ഫാക്ട് ഇറ്റ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് ഇൻ വെരി മെനി ഇൻ്റർനാഷണൽ ജേർണൽ ബിക്കോസ് ദിസ് ഇസ് ഇതൊരു റെയർ എന്താണ് പറയുന്നത്, ഒരു ജോഗ്രാഫിക്കൽ റിസർച്ച് ടോപ്പിക്കാണ്. ഇറ്റ് ഇസ് വൈഡ്ലി അക്സെപ്റ്റഡ് except by unfortunately our Kerala government. Until date, I don't think any action has been taken on the recommendations of this study project. There is a lot of scope to do more studies. Then only it will become a composite data. പക്ഷേ അങ്ങനെയുള്ള എഫേർട്ട് വന്നില്ല. ജപ്പാൻകാർ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോയി. വി ഹാഡ് 3 or 4 international publications. അപ്പം അവിടെ അതങ്ങ് തീർന്നു. സോ അതുകൊണ്ട് ഈ data creation is a very very tough thing. I'm sure you know that. It's such a laborious thing, and you can find defaults in any study that you do on these things. But then vegetables pesticide exposure എന്ന് പറഞ്ഞിട്ട് we have done so many studies, diet control studies. What is the impact of diet on your health? അപ്പം ഈ ഡയറ്റ് കൺട്രോൾ സ്റ്റഡീസിലെല്ലാം ഒരുപാട് എന്താണ്, there are hidden lacunae or you cannot cover the entirety. അത് കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം ഏത് സ്റ്റഡി ചെയ്താലും കണ്ടു കഴിഞ്ഞാലും യു ക്യാൻ ഓൾവേസ് ഈസിലി ക്രിട്ടിസൈസ്.
But that doesn't mean that you should not be using the data that you have created. അതുകൊണ്ട് പിന്നെ ഈ data creation is extremely important. I would request that when you are in government, please give due importance to scientific data being created by professionals, because that is extremely important, and we also feel satisfied that the effort that we are putting. In fact, even in this Nendagara project, we could not prove that there is a higher incidence of cancer. We could not prove it. It was a house-to-house survey. The entire Nendagara, there are about 8 or 10 taluks, every single house. We even covered the migrating population. It was a complete study, Even then, we could not find that there is a higher incidence of cancer. Thyroid inflammatory disease ഉണ്ട്. പക്ഷെ അത് വന്നപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം അങ്ങ് തിരിഞ്ഞു. ഇതെന്താണ് നിങ്ങൾ ഈ സ്റ്റഡി എല്ലാം കളിപ്പിച്ചാണ് നമ്മൾ അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ഈ ഡേറ്റ കള്ള എഴുതിയെന്ന് വരിക. Because they wanted to show that there is a higher incidence of cancer to get some benefits from government or any other organization. But unfortunately we could not show it because there was no higher incidence of cancer. But definitely there was a higher incidence of thyroid diseases, which are not very harmful. They can easily be controlled by medications, and the worst case by doing a simple surgery, So അതുകൊണ്ട് പിന്നെ ഈ കിംസ് ഹെൽത്തിന് ഇങ്ങനൊരു അസോസിയേഷനുമായിട്ട് കൂടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും പലരും കിംസ് ഹെൽത്തിനെ നോക്കുന്നത് ഈ പല സംശയ ദൃഷ്ടിയോടെയാണ്. ചില ആൾക്കാർ നമ്മളെ വിശേഷിപ്പിക്കുന്ന പഞ്ചനക്ഷത്ര ആശുപത്രി. മനസ്സിലായല്ലേ? എന്താണ് പഞ്ചനക്ഷത്രം എനിക്ക് അറിഞ്ഞൂടെ. വി ഗിവ് ഇൻ ടേംസ് ഓഫ് സർവീസ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് നോട്ട് ബിക്കോസ് ഐ എം വർക്കിംഗ് ദെയർ ഐ വർക്ക്ഡ് ഇൻ RCC, ഐ വർക്ക്ഡ് ഇൻ സോ മെനി അതർ overseas hospitals. But I think you can rest assured that the kind of treatment that we provide to patients is absolutely world class, and it is based on ethics. It is based on what is evidence-based medicine, and we have very good quality systems in place to assure that what we are doing is the right treatment. And for any defaults, there is a very heavy price that the person concerned, if at fault, will have to pay. We are also involved in very many charity activities. Our CSR wing is very active, and I don't know whether you know the fact that we provide free artificial limbs to amputees. പ്രത്യേകിച്ചും ലോവർ ലിംബ് ആംപ്യൂട്ടീസിന് ഫ്രീ ആയിട്ട് ജയ്പൂർ ഫുഡ് ആയിരുന്നു. നിങ്ങൾ ജയ്പൂർ ഫുഡ് എന്ന് കേട്ടിട്ടുണ്ട്. ജയ്പൂരിലാണ് അത് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അഗൈൻ ഒരു എൻ്റർപ്രന്യൂവർ. So in association with him, we provide free artificial limbs, and so far we have provided limbs to 2,000 people totally free of charge. And we are also on to making bionic limbs now. We have a workshop, and we have a good artificial limb center. We are in the process of making bionic. അപ്പോൾ നമുക്ക് തന്നെ we can ഈ upper limb പോയവർക്ക് you can control the activities, ആഹാരം കഴിക്കാൻ പറ്റും. And we are also now doing what is called as 3D printing. I don't know, recently paper news ഉണ്ടായിരുന്നു, so that we can make more flexible lower limbs, so they will be able to do cycling, and there is mobility, and so ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു തണലുമായിട്ട് ഞങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് എക്സ്ട്രീംലി പ്രൗഡ്, ആൻഡ് you can definitely look towards us for any kind of help, and we'll be very happy to oblige you. In fact, we have now, I don't know whether you know the fact, we have an executive medical checkup on that. You pay about 5,000 rupees, we cover you, top to bottom physical examination. We do your blood, chest X-ray, you can wire in the ultrasound gene. So we give you a list. On to that, we are now adding a diet counseling also, and in which the millets form a serious part. So if you opt for it, we can somebody would sit with you and detail your diet, what you are taking at the moment, be it veg or non-veg, and then design an individual plan. It can be a 15-day meal program or a 30-day meal program, so that you have the variety. ഒരു മാസത്തിൽ ഓരോ ദിവസം ഓരോ ടൈപ്പ് ഓഫ് മീൽ വാങ്ങിക്കാം. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയുമ്പോഴേ ഉള്ളൂ പ്രശ്നം, അവർ പോയി പണി നോക്കാൻ പറയാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ.
ഒരേ മീറ്റിന് എല്ലാ ദിവസവും ഉണ്ടാക്കി തരാൻ തന്നെ വലിയ പ്രയാസമാണ്. അപ്പോഴാണ് 30-day വെറൈറ്റി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ they will drive you away. So but still that's an option we have. And the other thing that we are also doing now is just for information is that we are now going on to community genetic screening. You know that genes are gene are it decides your fate. So based on your family history, based on the genetic information that we can collect from you through tests, of course, you look at your chromosomes, you look at the DNA pattern, and look for any kind of mutations, and then we can give you the probability of to what extent you are likely to have certain diseases, including cancer, of course. So if you are likely to have a heart disease in your later life, we can say that you have at least based on your chromosome profile, we can tell you that your chance of developing a heart disease is around 40% in your later life. Like that, we can give you a prediction. It is not to scare you, but to make you aware of this probability so that you can make the necessary changes in your lifestyle. If you are a smoker, you can quit smoking. If you are taking alcohol, you can quit alcohol, because these are all considered carcinogenic agents. So that is also happening. So, but in the part of diet, I think we are giving a lot of importance to millets, and I'm sure if you promote this to a more extent, that you can find a better market for your products. Thank you very much, and I'm glad that I could talk to you. Thank you so much, Doctor. കീനോട്ട് അഡ്രസ്സിനായി തണൽ ഫൗണ്ടർ മെമ്പറും പരിസ്ഥിതി പ്രവർത്തകയുമായ ശ്രീമതി ഉഷ മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വസ്ത്രത്തിനും കുറേ വൈകി എന്ന് എനിക്ക് തോന്നുന്നു, എല്ലാവർക്കും പോകാനുണ്ടാവും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നേരത്തെ സംസാരിച്ചതിനകത്ത് കീടനാശിനിയെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടായതിൽ നിന്ന് നമ്മൾ ജൈവ കൃഷിയിലേക്ക് വന്നതിനെ കുറിച്ചിട്ട് ഒരു അത് തണലിൻ്റെ ഒരു യാത്രയുമാണ്. ഒരുപാട് വ്യക്തികളുടെ ഒരുപാട് എന്താ പറയുക, ഈവൻ രാജ്യങ്ങളുടെ ക്യൂബ പോലുള്ള രാജ്യം പോലും അത്തരത്തിൽ മാറിയിട്ടുള്ളൊരു ലോകമാണ് നമ്മുടേത്. അപ്പം മാറ്റം സാധ്യമാണ്, നമുക്ക് മാറാൻ കഴിയുമെന്നുള്ളത് പലരും തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ അത് നമുക്ക് എത്ര പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഇപ്പം നേരത്തെ ചോദിച്ച് 100% നമുക്ക് എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 80% നമുക്ക് എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഇന്ന് അത് നമ്മുടെ സ്റ്റേറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യമായാലും നിലനിൽക്കുന്നത്. നമുക്ക് പോളിസി ഉണ്ട്. ഇപ്പോൾ ജൈവകൃഷി പോളിസി സ്റ്റേറ്റിനും ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ നാച്ചുറൽ ഫാമിംഗ് പോളിസി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ നടക്കുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞൊരു സ്പിരിച്വൽ, എനിക്ക് തോന്നുന്നു വൈകിയ വേളയിൽ എനിക്കും കുറച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൃഷി ഓഫീസർമാരുടെ എല്ലാ ജില്ലകളിലും നടന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് നമ്മൾ ഈ വിഷയം തന്നെ അവതരിപ്പിക്കുകയാണ്. അതിനകത്ത് ജൈവകൃഷി എന്നല്ല നമ്മളിപ്പോൾ കൂടുതൽ പറയുന്നത്, അഗ്രോ ഇക്കോളജി എന്നുള്ളൊരു ആസ്പെക്റ്റിൽ. അഗ്രോ ഇക്കോളജി ആൻഡ് ലോക്കൽ ഫുഡ് സിസ്റ്റം, അതിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു കാലഘട്ടം അല്ലേ, അത് നമ്മൾ അതിൻ്റെ തീവ്രത കൂടാനാണ് സാധ്യത എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഇത് കാരണം ഇപ്പോൾ COP28 കഴിഞ്ഞപ്പോഴും നമ്മൾ ഒട്ടും മുമ്പോട്ട് പോയിട്ടില്ല എമിഷൻ കുറയ്ക്കണ കാര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് 2 ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ പേടിച്ചിരിക്കുകയായിരുന്നു. ഈ മഴ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇപ്പോൾ മഴ വന്നത്. അപ്പോൾ നമുക്കുണ്ടായ ടെൻഷൻ നമുക്കറിയാം. പക്ഷേ ആ ടെൻഷൻ നമുക്കിപ്പോൾ ഒരു വിഷയിട്ടിട്ടു, നമുക്ക് തൽക്കാലം പ്രശ്നമില്ല. പക്ഷെ ഒരു കർഷകൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എത്രയോ കഴിഞ്ഞൊരു 5-6 വർഷങ്ങളായിട്ട് ഞാൻ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് 6-7 സ്റ്റേറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ നെല്ലിലും ഗോതമ്പിലും ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ അതിൽ വരുന്ന പലതരത്തിലുള്ള, അത് ഉൽപ്പാദനം കുറയുന്നതാവാം, അതിൻ്റെ ക്വാളിറ്റി കുറയുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ന്യൂട്രിയൻ കണ്ടന്റ് കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്, നെല്ലിലും ഗോതമ്പിലും. അപ്പോൾ നമ്മൾ ഇത്ര അളവ് കഴിച്ചാൽ പോലും ഒരുപക്ഷെ നമ്മൾ അത്രയും ന്യൂട്രീഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിന്ന് കഴിക്കുന്നതിൻ്റെ ചിലപ്പോൾ 4 ഇരട്ടി കഴിക്കേണ്ടി വരും. അത്രയും കഴിക്കാൻ നമുക്ക് പറ്റില്ല. മാത്രമല്ല നമുക്ക് ഡയബറ്റിക് പോലുള്ള മറ്റു പല രോഗങ്ങളുള്ളതുകൊണ്ട് ഗ്രെയിൻസ് കുറയ്ക്കണം എന്നുള്ള വേറൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനിലാണ് നമ്മൾ എന്നുള്ളത്. ഞാൻ അത്രമാത്രമേ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം
കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് നമുക്ക് ഒരർത്ഥത്തിലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ. കാരണം നമുക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മൾ എവിടേക്ക് മാറണം, നമ്മൾ ഏത് ഡയറക്ഷനിൽ പോകണം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പ്രകൃതി തന്നെ നമ്മളോട് പറയുകയാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് കുറേ പ്രകൃതിയിൽ മാറ്റമുണ്ട്. ഒരുപക്ഷെ കൃഷി തന്നെ തുടങ്ങിയപ്പോൾ 12,000 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഹണ്ടർ ഗാദറേഴ്സും അങ്ങനെ ജീവിച്ചിരുന്നവരാണ്. ഇപ്പം നമ്മൾ ആദിവാസികൾ എന്ന് പറഞ്ഞ് നമ്മൾ ബാക്ക്വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യർ തന്നെയാണ് അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. കൃഷി തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന രീതിയിൽ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ഇത് ഉണ്ടാക്കിയെടുത്ത ഒരു ഭൂമി തന്നെയാണ്, ഒരു പ്രകൃതി തന്നെയാണ്. ഇത് നേരത്തെ ഇല്ല. അത് വയലുകളാണെങ്കിലും നമ്മുടെ തട്ടുതട്ടായിട്ട് തിരിച്ച് മലകളിൽ നമ്മൾ കൃഷി ഒക്കെ മനുഷ്യൻ കണ്ടെത്തി ഒരു കാലത്ത് ജീവിക്കാനുള്ള നമ്മുടെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തി. കൂടുതൽ പോപ്പുലേഷനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരുപക്ഷെ കർഷകർ ചെയ്തു തന്ന ഒരു സേവനമാണത്. പക്ഷെ ഇന്ന് ആ കർഷകരെ ആർക്കും വേണ്ട. മനസ്സിലായി? ആ കർഷകർ ഇന്ത്യയിൽ 60% കർഷകരാണെങ്കിലും നമുക്ക് തരുന്ന ഭക്ഷണം തരുന്ന ആ കർഷകനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ വികസന ചിന്തകളും നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭക്ഷണം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും പറ്റി നമുക്ക് എല്ലാത്തിനെയും പറ്റി കരുതലുണ്ട്. നമ്മുടെ കർഷകനെ പറ്റിയും കരുതലില്ല, നമ്മുടെ ഭക്ഷണത്തിനെ പറ്റി കരുതലില്ല. നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാവുന്ന ഒരു ഭക്ഷണം കിട്ടുമോ എന്നാണ് കുട്ടികളും നമ്മുടെ അമ്മമാരും ചെറുപ്പക്കാരും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന അതിൻ്റെ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു കാരണം നമ്മുടെ ഉള്ളിൽ വന്ന ഈ മാറ്റം കൊണ്ട് തന്നെ. അത് പെട്ടെന്ന് നമ്മുടെ ഒരാൾക്ക് ഉണ്ടായതല്ല, ഒരു സമൂഹം എന്ന രീതിയിൽ അത് മാറ്റിയെടുത്തതാണ്. അതായത് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട ഒരിതാണ്. കാരണം ഇക്കണോമിക്കലി കർഷകനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, മറ്റുള്ള ഒരു വരുമാന കർഷകന് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ജൈവ കർഷകർ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിലും സംഘടനകളാണെങ്കിലും ഇന്ന് ശ്രമിക്കുന്നത് കൃഷി എന്നുള്ളത് ഒരു സാമ്പത്തികമായിട്ട് തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് മാറണം. കർഷകൻ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്രയും പോപ്പുലേഷന് എല്ലാവർക്കും ഐ.ടിയിലൊന്നും ജോലി കിട്ടാൻ പറ്റില്ല, എല്ലാവർക്കും IAS ഓഫീസർ ആവാനും പറ്റില്ല, അത്രയൊന്നും ആവശ്യമില്ല. അവർ കുറച്ച് മതി, കർഷകരാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ആ കർഷകരെ നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ഭക്ഷണം കഴിക്കണ കൃഷി ചെയ്യാതെ മുണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ കുറച്ച് പൈസ നമ്മൾ കൂടുതൽ കർഷകർക്ക്, അത് ഞാൻ ഓർഗാനിക് മാത്രമല്ല എല്ലാ കർഷകർക്കും അതിൻ്റെ ഒരു നമുക്ക് അവർക്ക് ചെയ്തു തരുന്ന സേവനത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയാണ്. അത് ഭക്ഷണകാര്യത്തിൽ വേറൊരു തരത്തിൽ നമ്മുടെ ഭൂമിയെ നിലനിർത്തുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതും കർഷകരാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് മഴ എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് ആയിരുന്നു മഴ കേരളത്തിന്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മഴ പെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ ഉള്ളിലും പ്രണയം പൂക്കുന്നൊരു സമയമാണ് പല രീതിയിലുള്ള. പക്ഷെ ഇന്ന് നമുക്ക് മഴ എന്ന് പറഞ്ഞാൽ പേടിയാണ്. എവിടെയാണ് വെള്ളക്കെട്ടുണ്ടാവുക, എവിടെയാണ് മലയിടുക, എപ്പോൾ ഏത് അസുഖം എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടുക. നമ്മളെല്ലാവരും വീടിനകത്ത് ഈ മൊബൈൽ വെച്ചിരിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കുറിക്കാം, പക്ഷെ അതങ്ങനെ തുടർന്നു പോകാൻ കഴിയില്ല. അപ്പം അവിടെയാണ് നമ്മൾ അപ്പം ആ ഭൂമിയെ, കർഷകൻ ഉണ്ടാക്കിയൊരു ഭൂമിയെ, ഇപ്പം നമ്മുടെ വയലുകൾ, ഞാൻ കഴിഞ്ഞൊരു 25 വർഷമായിട്ട് വയലുകൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരാളാണ്. അതിൽ പ്രധാന കാരണം നെൽകൃഷിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ മഴവെള്ളത്തിന് നിൽക്കാനുള്ളൊരിടം എന്ന് പറഞ്ഞാൽ വയലുകളാണ്. പക്ഷെ ആ വയലുകൾ കൃഷി ചെയ്യാതെ അവിടെ കിടന്നാൽ അത് എല്ലാവരും നികത്തുകയോ അവിടെ വേസ്റ്റ് ഇടുകയോ റോഡ് കെട്ടുകയോ വിമാനത്താവളം കെട്ടുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആ കൃഷി നടന്നേ പറ്റുള്ളൂ. ആ കൃഷി നടക്കണമെങ്കിൽ ആ കർഷകന് നിലനിൽക്കാൻ പറ്റണം, അല്ല അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇന്ന് താറുമാറായി കിടക്കുകയാണ് കേരളത്തിലെ കൃഷി. ഗവൺമെൻറ് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ എവിടെ എത്തുന്നില്ല. അപ്പോൾ എല്ലാവരും അതിന് ചേർന്നുള്ളൊരു പ്രവർത്തനം, അതിലാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, കൃഷി വകുപ്പിന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ആനിമൽ ഹസ്ബൻഡറി, ബിക്കോസ് നമുക്കിപ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലും ഇതിനൊരു പ്രാധാന്യമുണ്ട്. അഗ്രോ ഇക്കോളജി ആൻഡ് ഫുഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന ഒരു 30% എമിഷൻ വരുന്നത് ഈ സെക്ടറിൽ നിന്നാണ്. അത് കൃഷി ആൻഡ് ഫുഡ്, കൃഷി മാത്രമല്ല നമ്മൾ കഴിക്കുന്ന നമ്മുടെ പ്ലേറ്റിൽ നമ്മളൊരു ആഹാരം കഴിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ എമിഷന് കേരളത്തിൽ നമ്മൾ കൂടുതൽ 80% നമ്മുടെ ഭക്ഷണം പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി വി ആർ കോൺട്രിബ്യൂട്ടിങ് മോർ ടു ദ എമിഷൻ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് എന്തുമാത്രം ഭക്ഷണം പ്രാദേശികമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ, എന്തുമാത്രം ഭക്ഷണം നമ്മൾ പ്രാദേശികമായിട്ട് പ്രാദേശികമായി കർഷകൻ ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നുവോ, നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ ടു റിഡക്ഷൻ ഓഫ് ദ എമിഷൻ അതായിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഓർഗാനിക് ബസാർ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ലോക്കൽ ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോക്കൽ കൺസ്യൂമേഴ്സ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമുക്ക് തിരുവനന്തപുരം മാത്രമായിട്ട് നമുക്ക് തൽക്കാലം പറ്റില്ല, കാരണം ഇവിടെ അധികം നെല്ല് ചെയ്യാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ മില്ലറ്റ്സ് ചെയ്യാത്ത സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്തുമാത്രം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ. അപ്പോൾ ഫുഡ് മൈൽസ്,
നമ്മൾ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം, നിങ്ങളിപ്പോൾ തണലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഒരു ഓർഗാനിക് ഫുഡ് കഴിക്കണം? നമുക്ക് എല്ലാവരും പറയും വിലയുടെ പ്രശ്നം പറയും. നമുക്ക് പക്ഷേ ഒരു 20,000-ന്റെ മൊബൈൽ വാങ്ങാൻ ഒരു മടിയില്ല അല്ലേ? അത് നമുക്ക് വില കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നമില്ല. പക്ഷെ ഭക്ഷണം ഒരു വർഷം അത് കഴിഞ്ഞ് നമ്മൾ മാറ്റും. അതിന് ലോൺ തരാൻ ആളുണ്ടാവും, അവർ തന്നെ ലോണില്ലേ നമുക്ക് EMI അടച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഭക്ഷണത്തിന് അങ്ങനെ ആരും ലോൺ തരുന്നില്ല ഭക്ഷണം വാങ്ങാൻ. അത് സബ്സിഡി റേഷൻ മാത്രമേ ഉള്ളൂ. ആ റേഷൻ നമുക്ക് ക്വാളിറ്റി ഞാൻ പറയുന്നത് കഴിക്കേണ്ടെന്ന് ഞാൻ പറയും, പക്ഷേ കഴിക്കേണ്ട അവസ്ഥയിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവർക്ക് അപ്പോൾ അതാണ് ആക്സസിബിൾ ആയിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അത് വൻകിട കർഷകർക്കല്ല ചെയ്യാൻ കഴിയും, അത് ചെറുകിട കർഷകർക്കാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ലതയായാലും അവരൊക്കെ ചെറിയ തോതിൽ കൃഷി ചെയ്ത് കൊണ്ടുവന്നതിൽ നിന്നാണ് ശരിക്കും ബസാർ തുടങ്ങിയത്, ബസാറിലെ പച്ചക്കറി വിൽപ്പന തുടങ്ങിയത്. നമുക്കൊരു 2 സെന്റിലും അത്ര പ്രൊഡക്റ്റീവ് ലാൻഡാണ് നമ്മുടെ. 2 സെന്റിൽ 1 സെന്റിൽ നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ അതൊരു കാർഷിക ഭൂമിയാണ്. നമ്മളവിടെ വീട് വയ്ക്കുന്നുണ്ടാവും, മറ്റു പലതും തോന്നിവാസങ്ങൾ കാണിക്കുന്നുണ്ടാവും, ഇല്ല ടൈലിട്ട് എല്ലാം അടയ്ക്കുന്നുണ്ടാവും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ചളി ചവിട്ടാൻ ഇഷ്ടമല്ല അല്ലേ? ചളി ചവിട്ടിയിൽ ശരിക്കും പറയാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിനൊക്കെ ഒരു കാരണവും ഇത് തന്നെയാണ്. നമ്മൾ മണ്ണും വെള്ളവുമായിട്ട് ഒരു ബന്ധമില്ലാതെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് കാർഷിക മേഖലയിൽ നിന്നുള്ളൊരു മാറ്റമാണ് നമ്മളെ വാസ്തവത്തിലും പ്രകൃതിയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ ഒരു അർബൻ ഏരിയ, നമുക്കിപ്പോൾ നിവർത്തി എല്ലാവരും കർഷകരാവാനൊന്നും പറ്റും. പക്ഷെ നമ്മളൊരു അർബൻ ഏരിയയിൽ ഇരിക്കുമ്പോഴും അവിടെയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റും ഒരു കിച്ചൺ ഗാർഡനിങ്ങും കൂടി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക. ആൻഡ് ദാറ്റ് ഓൾസോ കണക്ട്സ് ടു എ ലോക്കൽ ഫുഡ് സിസ്റ്റം, ഡെവലപ്പിംഗ് എ ലോക്കൽ ഫുഡ് സിസ്റ്റം. അപ്പോൾ അതിൽ എനിക്കൊരു 2 സെന്റ് ആയിരിക്കാം, 3 സെന്റ് ആയിരിക്കാം, 5 സെന്റ് ആയിരിക്കാം. അപ്പോൾ ഞാനൊരു വീട് വയ്ക്കുമ്പോൾ 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ഒരു 2 സെന്റിൽ വീട് വെച്ചിട്ട് ഒരു 3 സെന്റ് എനിക്ക് അവിടെ കുറച്ച് മരങ്ങൾ നടാനും കുറച്ച് കൃഷി ചെയ്യാനുള്ള സ്ഥലമാക്കി മാറ്റാനുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ നെയ്ബർഹുഡിൽ ഒരുമിച്ച് ആളുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദാറ്റ് ബിക്കംസ് എ മൂവ്മെന്റ് അല്ലേ? അതിൽ നിന്നാണ് വാസ്തവത്തിലും നേരത്തെ പറഞ്ഞ റെവല്യൂഷനിലേക്ക് എത്തുക. നമ്മൾ റെവല്യൂഷൻ മുകളിൽ താഴോട്ട് വരില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അത് ഇവല്യൂഷൻ തന്നെയാണ്, അത് ഇസ് പാർട്ട് ഓഫ് ഇവല്യൂഷൻ ഓൾസോ. കാരണം അങ്ങനെ നമ്മൾക്കൊരു മാറ്റം, നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയോ വേറെ ആരോ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് അല്ലേ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെ പ്രവൃത്തിയും എന്തുമാത്രം നമ്മൾ ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നമുക്ക് എമിഷൻ കുറയ്ക്കാൻ പറ്റും, എവിടെ നമുക്ക് സസ്റ്റൈനബിലിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന, പ്രത്യേകിച്ചും കേരളം പോലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിൽ പോലും അതില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. നമ്മൾ ഇത്രയുമൊക്കെ ലോകത്തുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടുമ്പോഴും നമ്മളെല്ലാവരും വളരെ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഹാസ് ടു ചേഞ്ച്. അതിനുള്ള ഒരു പഠന കളരിയാണ് വാസ്തവത്തിൽ തണൽ പറഞ്ഞാൽ. അതല്ലാതെ ഇതൊരു വലിയ ഒരു സ്ഥാപനമോ അങ്ങനെയല്ല. പക്ഷെ അതിനുള്ള ഒരു പഠന കളരി, മെന്റർഷിപ്പാണ് വാസ്തവത്തിൽ തണൽ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാതരം ആൾക്കാരും, അത് വേസ്റ്റ് മാനേജ്മെന്റിൽ താല്പര്യമുള്ളവർ ആ വഴിക്ക് പലതും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇന്ന് കൃഷിയിലേക്ക് ഫുൾ ടൈം കർഷകരായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫ് തന്നെ അവർ സംരംഭകരായിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ എന്റർപ്രൈസ് ഗ്രീൻ സംരംഭകം ഇത്രമാണ് കേരളത്തിൽ വളർന്നു വരേണ്ട ഒരു തൊഴിൽ മേഖല പോലും. അതിൽ കൃഷിയും ഈ വേസ്റ്റ് മാനേജ്മെന്റും ഒക്കെ നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് ഒരു പുതിയൊരു കേരളം, നവകേരളം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയതിന് ഇതൊരു തുടക്കമാകട്ടെ. കുറേ കാലമായെങ്കിലും വീണ്ടും ഒരു തുടക്കം, പുതിയൊരു തുടക്കം. അത് കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് തന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണത്. എല്ലാ ദുരന്തങ്ങളുടെ ഉള്ളിൽ നമുക്കൊരു പുതിയ പാഠം അല്ലേ പഠിച്ച്. ഇപ്പം യുദ്ധങ്ങൾ ഒരുപാട് ഉണ്ടായപ്പോഴാണ് പക്ഷെ എല്ലാത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയും, സ്ത്രീകളാണ് എപ്പോഴും ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുക. കാരണം എപ്പോഴും സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞല്ലോ അമ്മയാണെന്നുള്ളൊരു ബോധം അത് സ്ത്രീകളുടെ ഉള്ളിൽ, ഇനി അമ്മയായാലും ഇല്ലെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും സ്ത്രീകളാണ് ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സിൻ്റെ എപ്പോഴും മുമ്പിലും. അത് കീടനാശിനി ആയാലും ഡേർട്ടി ഡസൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ 80കളിൽ യൂറോപ്പിൽ തുടങ്ങിയതിൽ നിന്നാണ് കീടനാശിനിക്കെതിരെയുള്ള ഇത്രയും വലിയൊരു ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പോലും തുടങ്ങിയത് അതിന് ശേഷമാണ്. ചില മുലപ്പാൽ കൊടുക്കരുതെന്ന് ജർമ്മൻ ഗവൺമെൻറ് സ്ത്രീകളോട് ആവശ്യപ്പെട്ടാണ്. കാരണം മുലപ്പാലിൽ കീടനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ പറഞ്ഞു അത് ഞങ്ങളുടെ മുലപ്പാലിൽ ഇത് കീടനാശിനി വന്നിട്ടില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ പോളിസിയുടെ കുഴപ്പമാണ്. അപ്പോൾ ആ കീടനാശിനി ഇല്ലാതെയാക്കാൻ നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മുലപ്പാൽ കൊടുക്കും, അത് ഞങ്ങളുടെ അവകാശമാണ്, കുട്ടികളുടെയും അവകാശമാണെന്നുള്ളതിൽ നിന്നാണ് ഡേർട്ടി ഡസൻ ക്യാമ്പയിൻ തുടങ്ങുന്നത്. അതുപോലെ അവർ പ്ലാസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ ഒരുപാട്, അതുപോലെ ഓരോ വിഷയത്തിലും വാറിനെതിരെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. കാരണം എപ്പോഴും ഇതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നും കാണണ്ട, നമ്മൾ ജെൻഡർ ന്യൂട്രൽ ഒരു ലോകത്താണ് ഇപ്പോൾ ഉള്ളത്.
അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു മാറ്റത്തിലേക്ക് മുമ്പോട്ട് പോകണം. അതിന് ഈ 3 ദിവസം നമുക്ക് ഒരുപാട് പഠനങ്ങൾക്ക് ഇത്തരത്തിൽ ചർച്ചകൾക്കും കൂടെ ഈ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി യോഗത്തിന് ആശംസകൾ നേരുന്നതിനായി ഫിലിം ഡയറക്ടർ കൂടിയായ അരുൺ കിഷോർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു മഞ്ജു എന്നെ വിളിച്ചിട്ട് ആശംസ പറയണം. കഴിഞ്ഞ ദിവസം വീണ്ടും ആശംസ പറയണമെന്ന് പറഞ്ഞു. ഇപ്പം കുട്ടി വീണ്ടും പറഞ്ഞു. ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് അധികം സംസാരിക്കുന്നത് അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവർ മനസ്സിൽ കാണുന്നൊരു സമയമുണ്ട്. ആ സമയം ക്രോസ് ചെയ്യുമ്പോൾ അവർ വന്നിട്ട് ചോദിക്കും ബില്ല് തരട്ടെ സാർ ചോദിക്കും. അതിൻ്റെ മറ്റൊരു അർത്ഥം ഞാൻ നമ്മളെ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള സംസാരം ഡോക്ടർ രാജൻ കുമാർ അനുഷ ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള സംസാരം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് വേണ്ട എന്നുള്ളതാണ്. നമ്മൾ ഈ ഇരയും വേട്ടക്കാരനും ഒരേ സമയമാകുന്ന ചില അവസരങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ടാകും. യു ബിക്കം ദ പ്രേ ആൻഡ് ദ പ്രെഡേറ്റർ സെയിം ടൈം. ഞാൻ എൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലാണ് പറഞ്ഞത്. ഒരു ലൈനിൻ്റെ രണ്ടിൽ നിൽക്കുന്നു. അപ്പം ഇരയാകുന്നു അത് സമയം ഡോക്ടർ വാസി കോൾഡ് ആസ് ടെററിസ്റ്റ് ആൻഡ് ഇറ്റ്സ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് പീപ്പിൾ ലൈക്ക് ഹിം ആൻഡ് ഐ തിങ്ക് ഷീ സ്പെയർഡ് മീ ബിക്കോസ് ഷീ ഡസൻറ്റ് നോ മീ. താങ്ക് യു സോ മച്ച്. അങ്ങനെയുള്ള ഒരുപാട് ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സെയിം ടൈമിൽ അത് ബിക്കം ബോക്സ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പം ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഐ ഗോ ബിറ്റ് ഫർദർ അഹെഡ് ഓഫ് ദാറ്റ്. ഐ ലൈക്ക് ടു പ്രപ്പോസ് or rather take forward natural farming. Organic is a word highly overrated or misinterpreted. തണൽ എനിക്ക് എന്താണ് വരുന്നത് എന്നുള്ളൊരു കാര്യം, അങ്ങനെ 1-2 കാര്യങ്ങളെ പറയുള്ളൂ ആശംസയായിരുന്നു. തണൽ എന്തിനാണ് ഞാൻ തണൽ വന്നിട്ടുള്ളത്, എന്തിനാണ് തണൽ വരുന്നത്, വെദർ ഇറ്റ് ഈസ് ഓർഗാനിക് ബസാർ ദാറ്റ് ഗിവ്സ് മീ ഹാപ്പിനെസ്. ഹാപ്പിനെസ് തരാത്ത ഒരു ജോലിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. വെദർ ഐ ലൂസ് എ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ ഹാപ്പിനെസ് തരാത്ത ഒരാളോട് ഞാൻ സംസാരിക്കില്ല, അങ്ങനെ തരാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകില്ല, അങ്ങനെ തരാത്ത ഒരു ജോലി ഞാൻ ചെയ്യില്ല. അതെൻ്റെ തീരുമാനമാണ്, അങ്ങനെ തന്നെയാണ്. പ്രോബ്ലി പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ ആം എ ലൂസർ. ഹാപ്പി ടു ബി എ ലൂസർ. അപ്പോൾ തണലിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വലുതാണ്, അത് വാല്യൂ ചെയ്യാൻ കഴിയാത്ത ഒന്നാണ്. അത് ഞാൻ ജയകുമാറിനോട് പ്രോബ്ലി ഇയർ ഓർ 2 ബാക്ക് ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ജയകുമാറിൻ്റെ ചിരി എനിക്ക് തീരെ പറ്റാത്തൊരു പരിപാടിയാണ്. ഞാൻ ചിരിച്ചാൽ അപകടമാണത്. ആളുകൾ ഇയാളെന്തോ കുഴപ്പക്കാരാണ്, അല്ലെങ്കിൽ തന്നെ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ വേറെ ഇൻ്റർപ്രിറ്റേഷൻസ് വരും. സോ ഐ ടോൾഡ് ഹിം യുവർ സ്മൈൽ ഹാസ് എ ലോട്ട് ഓഫ് വാല്യൂ ആൻഡ് ഐ കാൻ ഡു ദാറ്റ്. ജലസല്ല, ഹാപ്പി ടു സീ ദാറ്റ്. വല്ലാതെ അതുപോലെ ഒരുപാട് ചിരിക്കുന്ന മുഖങ്ങളാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സജി കുമാരി, ഒരുപാട് പേര്, എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കത് ഇനി എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് അവർ ചിരിക്കുന്നത് എനിക്കൊരു സംശയമുണ്ട്. എന്നാൽ നന്നായിക്കൂടെ എന്ന് ഉദ്ദേശമാണെന്ന് മനസ്സിലായിട്ടില്ല. അല്ല, അത് വലിയൊരു കാര്യമാണ്. ഞാൻ തണൽ പല തവണയായിട്ട് പല സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. 2003 ഞാൻ മാരി ചെയ്തു അതേ സമയത്താണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ മാരേജിൻ്റെ പ്രായമാണ്. സോ പല സ്ഥലങ്ങളിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അത് ഉള്ളിലുള്ളവർ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു പാക്കറ്റ് നിങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുന്ന് മാറി അവിടെ പോയി പല സ്ഥലങ്ങളിലേക്കും. ഇതുവരെ അത് മാറ്റാൻ നിങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല. എത്ര പേരത് കണ്ടു എന്നെനിക്കറിയില്ല, എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അതിനകത്ത് എക്സ്പയറി ഡേറ്റ് ഇല്ല, അതിൽ ലേബലില്ല. വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചാൽ യു ക്യാൻ സീ സംതിങ് റിട്ടൺ ഓൺ ദാറ്റ് ഈസ് ഹാപ്പിനെസ്. ഞാനത് മോഷ്ടിക്കാറുണ്ട് ഇവിടുന്ന്. CC camera ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ചെക്ക്. സോ ദാറ്റ് ഗീവ്സ് എ ലോട്ട് ഓഫ് എന്താ നമ്മുടെ ചിന്തകൾക്ക് ഒരുപാട് സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. യു ബിക്കം സോ ലൈറ്റ്, സോ നത്തിങ് വിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. എവറി ടൈം യു ഷുഡ് ബി റെഡി ടു ആസ്ക് എ ക്വസ്റ്റ്യൻ വൈ. എല്ലാത്തിനും വൈ. വാട്ട് അവർ നിൽക്കട്ടെ, വൈ. വൈ ആർ വി ഹിയർ ആൻഡ് വൈ ഇസ് ദിസ് ഓർഗനൈസേഷൻ ഹിയർ, വൈ പീപ്പിൾ ലൈക്ക് ദീസ് ആർ ടോക്കിംഗ്. വൈ എന്നൊരു ചോദ്യം നമ്മുടെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നു. ആ ചോദ്യമാണ് നമുക്ക് ഒരു ഐ ഓപ്പണറായിട്ട് എപ്പോഴും നിൽക്കുന്നത്. സോ നമുക്ക് ആ പാക്കറ്റ്, ഞാൻ എടുത്ത പാക്കറ്റിൽ ബാക്കി എന്തായാലും ഉണ്ട്, ഇനിയും മറ്റുള്ളവർക്ക് എടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വൈ എന്നുള്ള ചോദ്യം വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ് ആൻഡ് ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്, ഗെറ്റ് ആൻസേഴ്സ്. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അതിഥികൾക്ക് തണലിൻ്റെ വകയായി സ്നേഹോപകാരങ്ങൾ നൽകുന്നതിനായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ വാസുകി മാഡത്തിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഡോക്ടർ രാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടറിനെ ക്ഷണിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സപ്പോർട്ടിൻ്റെ നന്ദി സൂചകമായിട്ട് കിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർക്ക് നമ്മളൊരു സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അരുൺ കിഷോർ സാറിനെ ക്ഷണിക്കുന്നു. യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി തണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ അതുൽ രാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇന്ന് ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരും, തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. കാരണം ഇത്തരമൊരു പരിപാടിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഇത്തരമൊരു വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഓൾറെഡി നമുക്കിവിടെ വന്ന വിശിഷ്ടാതിഥികൾ എല്ലാവരും തന്നെ വളരെ കാര്യമായി ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇത്രയും ആധികാരികമായി സംസാരിക്കാനുള്ള ഒരു അറിവ് തൽക്കാലം എനിക്കില്ല. എന്നേക്കാൾ അറിവ് കൂടിയവരാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിലെനിക്ക് വാസുകി മാം പറഞ്ഞതും അതുപോലെ തന്നെ രാജൻ സാറ് പറഞ്ഞതും എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 2013-2014 കാലഘട്ടത്തിന് ശേഷം മാമിനുണ്ടായ ഒരു മാറ്റത്തെ പറ്റിയും മാം പറയുകയുണ്ടായി. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ 2023 നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലൂടെയും ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരമൊരു മാറ്റം തന്നെയാണ്. കാരണം സുരക്ഷിതമായൊരു ഭക്ഷണം വളരെ വ്യക്തമായി നമ്മൾ നമ്മുടെ ജൈവിക എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സേഫ് ഫാം, സേഫ് ഫുഡ്, സേഫ് ഹോം. ഈ മൂന്ന് വളരെ കാലിക പ്രസക്തിയുള്ള 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാം ഭക്ഷണമാണ്. ഭക്ഷണം ഓൾറെഡി വാസുകി മാമിന്റെ വീഡിയോയിൽ മാം പറയുകയുണ്ടായി, ഹിപ്പോക്രാറ്റ്സ് പറയുന്നുണ്ട് ഭക്ഷണമാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രാധാന്യത്തെ പറ്റി പ്രത്യേകിച്ച് ഞാനും പറയേണ്ടതില്ല, എല്ലാവരും മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു യോഗത്തിൽ എൻ്റെ കർത്തവ്യം എന്നാൽ എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യമായി ഈ യോഗത്തിൽ നിങ്ങളെ ഏവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത തണലിന്റെ സിഇഒയും സർവോപരി ഞങ്ങളുടെ എല്ലാം സ്വന്തം മഞ്ജു മാം. കാരണം വേറൊന്നും കൊണ്ടല്ല, കാര്യം ഈ ഒരു പരിപാടി ഈ ഒരു രൂപത്തിലേക്ക് എത്താൻ എത്ര ആളുകളുടെ കഷ്ടപ്പാടുണ്ട് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാര്യം പലരും ഇവിടെ മുന്നിലിരിക്കുന്ന എൻ്റെ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ എല്ലാവരുടെയും വളരെ വലിയ കഷ്ടപ്പാടുകളുണ്ട്. ഇപ്പം ഇതിനെല്ലാം പുറകിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഇതിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് മഞ്ജു മാം. അപ്പൊ ആ മഞ്ജു മാമിനോടുള്ള എന്റെയും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും വലിയൊരു സ്നേഹം
ഞാനിവിടെ അറിയിക്കുകയാണ്. മഞ്ജു മാമിനോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ജയകുമാർ സാർ ഇന്നലെ ഇവിടെ ഈ വേദിയിൽ നിന്ന് പോയത് ഏകദേശം 12 മണിക്ക് ശേഷമാണ്. അവസാനം പോയ 4 ആളുകളിൽ ഒരാള് ജയകുമാർ സാറാണ്. അപ്പോൾ അത്രയും ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ് സാർ ഈ ഒരു രൂപത്തിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ, അജയ്, മനുച്ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവസാനം എടാ നിങ്ങൾക്ക് ഇത് നിർത്തിക്കൂടെ, കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ലാസ്റ്റ് സാറ് പൊക്കോളൂ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ലാസ്റ്റ് മനസ്സോടെ പോയി. എന്നിട്ട് അവസാനം എന്നെ വീണ്ടും വിളിച്ചു, എടാ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം അത്രയും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇപ്പൊ സാറ് തന്നെ പലയിടത്തും ആളുകളുടെ അടുത്ത് എല്ലാം പറയുന്നുണ്ടായിരുന്നു. കാരണം ഇത്തവണ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം ഞങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായും എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഒരു അഭിപ്രായത്തിലേക്ക് ഞാനുള്ളൂ എന്നായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ജയകുമാർ സാറിനോടുള്ള വലിയ നന്ദി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിലേക്ക് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന വാസുകി മാം നമ്മുടെ ഓർഗാനിക് ബസാറിന്റെ കസ്റ്റമറാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും വളരെ വളരെ സജീവമായി കേരളത്തിന്റെ എല്ലാ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം കുറിച്ച ഒരാൾ കൂടിയാണ്. അപ്പം മാമിന്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഈ ഒരു ഓർഗാനിക് അല്ലെങ്കിൽ സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ ആവശ്യകതയെ പറ്റി വളരെ കൃത്യമായി മാം പറയുകയുണ്ടായി. അപ്പോൾ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന മാമിനോടുമുള്ള വലിയ നന്ദി എൻ്റെ പേരിലും തണലിന്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന രാജൻ സാർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് സിമിലറായി തോന്നിയതെന്ന് പറഞ്ഞാൽ ഇവിടെ ജിനോ ചേട്ടനും പറയുകയുണ്ടായി. ബാബുവാനിയുടെ സൗണ്ടുമായിട്ട് സാറിന് ഒരു സാമ്യമുണ്ട്. മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ അപ്പോൾ വളരെ ഓഡിയോയിൽ കേൾക്കുമ്പോൾ തോന്നുന്നതായിരിക്കും. പക്ഷെ വളരെ 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 രസകരമായിട്ട് സാറ് സംസാരിച്ചു. കാരണം എന്താ പറയാ, മുമ്പ് പറഞ്ഞ ആളുകളിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായി, എന്നാൽ കുറച്ചും കൂടെ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് സാറ് പറഞ്ഞു. അപ്പം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയതും സാറിന്റെ ഒരു സംസാര രീതിയാണ്. എനിക്ക് അറിയില്ല ഭഗവാനായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് മാത്രം അറിയില്ല. പക്ഷെ എനിക്ക് വളരെ രസകരമായി തോന്നി. അപ്പം സാറ് സംസാരിച്ചതും വളരെ സാറ് പറഞ്ഞ പോലെ വളരെയധികം ഇൻഫോർമേഷൻസ് ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം കൂടുതൽ ഇൻഫോർമേഷനുകളെ ആഡ് ചെയ്യുകയാണ് സാറ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ യോഗത്തിലേക്ക് മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന രാജൻ സാറിനോടുമുള്ള നന്ദി ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഉഷാ മാമും നമുക്കൊപ്പം എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ വളരെ സജീവമായിട്ട് ഉണ്ട് മാം. അപ്പൊ അതുപോലെ തന്നെ മാമിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ള ആളാണ് ഉഷാ മാം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും മാർഗനിർദ്ദേശിയായി ഞങ്ങൾക്ക് മുന്നിലുള്ള ഉഷാ മാമിനോടുമുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അരുൺ കിഷോർ സാർ, അപ്പം സാറും ഇത്തരത്തിൽ അദ്ദേഹം ഒരു ഫിലിം ഡയറക്ടർ കൂടിയാണ്. അപ്പം എങ്കിൽ പോലും പലപ്പോഴും കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി നമ്മുടെ ഒരു ഡെമോ പ്ലോട്ട് പോലെ അല്ലെങ്കിൽ ഫാം പോലെ നമുക്ക് കൊട്ടാരക്കരയിലുള്ള ഒരു ഫാം അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് നമ്മൾ വളരെ സജീവമായി നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പുതിയ ഐഡിയകളുമായി അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ താല്പര്യത്തോടുകൂടി നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് അരുൺ കിഷോർ സാർ. അപ്പം സാറിനോടുമുള്ള നന്ദി ഞാൻ ഈ യോഗത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് അവര് കുറച്ച് ദിവസങ്ങളായി, ഏകദേശം ഒരു 4-5 ദിവസങ്ങളായി പലപ്പോഴും ഇവിടെ അക്ഷയൊക്കെ സ്ഥിരമായിട്ട് ഇവിടുന്ന് 8-9 മണി 6 മണിക്ക് 7 മണിക്ക് ശേഷം വന്ന് 12 മണിക്ക് പോകുന്ന ആളാണ് മനുച്ചേട്ടൻ, വിഷ്ണു, എല്ലാവരും. ഇതിൽ പേര് പറയാത്ത ആളുകളുണ്ട്, ജാൻവി, പെട്ടെന്ന് എനിക്ക് എല്ലാവരും കിട്ടുന്നില്ല. ഓക്കെ, എല്ലാവരും ഇതിനൊപ്പം നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തണലിന്റെ സ്റ്റാഫ്, അതുപോലെ തന്നെ OB-യിലെ നമ്മുടെ എല്ലാവരും വളരെ കാര്യമായി ഈ ഒരു പരിപാടിയുടെ പുറകിലെ ഈ ഒരു രീതിയിൽ ഇതെത്തുന്നതിന് വേണ്ടി നമുക്കൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഒറ്റവാക്കിൽ അറിയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാളെ രാവിലെ 6:30 നമ്മുടെ ഒരു മാരത്തൺ ഉണ്ട്, ഓട്ടം 5K എന്ന് പറയുന്ന ആക്ഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന, അതായത് സമൂഹത്തിലേക്ക് വീണ്ടും നമുക്ക് കുറച്ചുകൂടി ഈ പറയുന്ന സുരക്ഷിത ഭക്ഷണം എന്നതിനെ എത്തിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു 5 കിലോമീറ്റർ കൂട്ടയോട്ടമാണ്. അപ്പം അതിലേക്കും എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കോർട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്.
അപ്പം ഉദ്ഘാടനമായതുകൊണ്ട് തന്നെ തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫുഡ് ഫ്രീ ആണോ? ആക്കിയോ?